പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളും ദൈവീയ അനുഭവങ്ങളും ദൈവം നടത്തിയ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഓരോ ദിവസവും ഓരോ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോടൊപ്പം അയച്ചു വരുത്തുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ആലീസ് സാമുവൽ ആൻറ്റിയാണ്. കർത്താവിൻ്റെ ദാസി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പ്രേക്ഷകരോടൊപ്പം പ്രിയ കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തുന്നത് വളരെ സന്തോഷമുണ്ട്. പ്രിയ അലീസി ആൻറ്റി, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ആൻറ്റി, അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? തീർച്ചയായും. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി പഞ്ചായത്തിലുള്ള എൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് 98 വയസ്സുള്ള മാതാവും 3 സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട്. മൂത്ത സഹോദരനും ഇളയ സഹോദരനും കർത്തൃവേലയിലായിരിക്കുന്നു, പാസ്റ്റേഴ്സാണ്. എൻ്റെ നേരെ മൂത്ത ബ്രദർ ഓർത്തഡോക്സ് വിശ്വാസത്തിലും അതുപോലെ സിസ്റ്റർ കാത്തലിക് വിശ്വാസത്തിലും തുടരുന്നു. ഞാൻ മാതാവിനോടും എൻ്റെ ഇളയ ബ്രദർ കുടുംബത്തോടും കൂടിയാണ് താമസിക്കുന്നത്. ആകട്ടെ, ആന്റിയെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിന് സമയം വേർതിരിക്കുന്നു. താങ്ക് യു മാസ്റ്റർ. ഈ മനോഹരമായ സമയത്തില് ഇങ്ങനെ എൻ്റെ സാക്ഷ്യം പൂർണ്ണമായും പ്രസ്താവിക്കുവാൻ അരോമ ടിവിയിൽ ഒരു അവസരം സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നീട് ഇതിന് മുഖാന്തരമായിരിക്കുന്ന ഡാനിയൽ ജോൺ പാസ്റ്റർ, കർത്താവിൽ ശ്രേഷ്ഠനായ ദൈവത്തിന്റെ ദാസൻ, കുടുംബം, അതുപോലെ അരോമ ടിവി സ്റ്റാഫ്, അതുപോലെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരാമുഖം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനനം എന്ന 3 അക്ഷരം കൊണ്ട് ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ഏതു മനുഷ്യനും ഇവയ്ക്കിടയിൽ ഒരു ബ്രാക്കറ്റ് പീരീഡ്, അതത്രേ ജീവിതം. ഈ കാണുന്ന ജീവിതത്തിന് അപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. അതായത് ഒരു മറുപുറം ഉണ്ട് എന്നർത്ഥം. എത്ര പേർക്ക് ഇത് മനസ്സിലായി, എത്ര പേർ ഇത് വിശ്വസിക്കുന്നു എന്നെനിക്കറിയില്ല. ഒന്നുകൂടി വിശദമാക്കിയാൽ, മരുഭൂമിക്കപ്പുറം, മലകൾക്കും കുന്നുകൾക്കും അപ്പുറം, അതായത് കടലിനപ്പുറം എന്ന പോലെ ഈ ജീവിതത്തിനും അപ്പുറം ഒരു ശ്രേഷ്ഠമായ അനുഭവമുണ്ട്. ഉദാഹരണം നോക്കിയാലേ, അന്ധയും ബധിരയും മൂകയുമായി ജനിച്ച ഹെലൻ കെല്ലർ, ഒരുപക്ഷെ ആ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് എന്ത് പ്രതീക്ഷയാ ഉണ്ടായിരുന്നത്? ഒരു പ്രതീക്ഷയും കാണില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ വിദേശ നാട്ടിലൊക്കെ നമ്മുടെ നാടിനേക്കാൾ കൂടുതൽ നല്ല പശ്ചാത്തലം എല്ലാ ലെവലിലും ഉണ്ട് എന്നുള്ള ഒരു സത്യം ഞാൻ വിസ്മരിക്കുന്നില്ല. എങ്കിലും അന്ധയും ബധിരയും മൂകയുമായ ഒരു പെൺകുട്ടിയുടെ ജനനത്തിൽ ആ മാതാപിതാക്കൾക്ക് എന്ത് പ്രതീക്ഷയാ ഉള്ളത്? എന്നാൽ ദൈവത്തിന്റെ കൃപയും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ആനി സല്ലുവനും ഉണ്ടായിരുന്നതിനാൽ
ഇന്ന് ലോക ചരിത്രത്തിൽ ഹെലൻ കെല്ലറിന്റെ സ്ഥാനം വളരെ അനശ്വരമാണ്. അതുപോലെ ഫ്രാൻസിൽ ജനിച്ച ലൂയി ചെറുപ്പത്തിൽ തന്റെ പിതാവിന്റെ പണിശാലയിൽ പണിയായുധ നിമിത്തം കാഴ്ച നഷ്ടപ്പെട്ട അവനെക്കുറിച്ച് വീട്ടുകാർക്ക് എന്ത് പ്രതീക്ഷയാ? ഉള്ള പ്രതീക്ഷ കൂടി നഷ്ടപ്പെട്ടു. എന്നാൽ അവന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ആ നല്ല ആശയം, അത് ദൈവത്തിന്റെ സഹായവും അവന്റെ അശ്രാന്ത പരിശ്രമവും നിമിത്തം ഇന്ന് ലോകത്തിലാകമാനമുള്ള കാഴ്ചയില്ലാത്തവരുടെ ഹൃദയത്തിന്റെ അജ്ഞത മാറ്റുവാൻ തക്കവണ്ണം അക്ഷരത്തിന്റെ ദീപം തെളിയിക്കുവാൻ ഇടയാക്കി തീർത്തു. ക്രൈസ്തവ ലോകത്തിന് ആകമാനം ദൈവ സാന്നിധ്യം കോരിച്ചൊരിഞ്ഞ സ്പർശം ഉളവാക്കുന്ന ആയിരക്കണക്കിന് ഗാനം രചിച്ച ഫാനി ക്രോസ്ബി ഇന്ന് ചരിത്രത്തിൽ മായാമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്തിനധികം റോബർട്ട് സ്റ്റീഫൻ ഐൻസ്റ്റീൻ, അതുപോലെ തന്നെ തോമസ് എഡിസൺ മുതലായവർ വിദ്യാഭ്യാസത്തിന്റെ ആദ്യഘട്ടം പോലും തികയ്ക്കുവാൻ കഴിയാതെ അധികൃതർ മരമണ്ടന്മാരെന്ന് പറഞ്ഞ് പിന്തള്ളിയപ്പോൾ ദൈവത്തിന്റെ വലിയ സഹായവും മാതാക്കളുടെ പ്രോത്സാഹനവും അവരുടെ അശ്രാന്ത പരിശ്രമവും ഇന്ന് ശാസ്ത്രീയ രംഗത്ത് പ്രഗത്ഭരായി മായാമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് മെഡിക്കൽ സയൻസിനെ മറികടന്ന് പാരമ്പര്യ പൈശാചിക മണ്ഡലത്തെ തോൽപ്പിച്ച് മാനുഷിക വിധിയെഴുത്തുകളെ അഥവാ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് എന്നെ ഇവിടെ എത്തിച്ചത്, അല്ലെ നിങ്ങളുടെ മുമ്പിൽ ആകുവാൻ ഇടയാക്കിയ ഒരുവനുണ്ട്. എന്നെ കേൾക്കുന്നവരിൽ നിരാശയിലും ഭാരത്തിലുമായിരിക്കുന്നവരെ, പ്രശ്നങ്ങളാൽ പ്രയാസങ്ങളാൽ വിഷമിക്കുന്നവരെ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, അഥവാ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ ബന്ധപ്പെടുന്നവരെ, ഭവനത്തിലും സമൂഹത്തിലും അവഗണിക്കപ്പെട്ടവരെ, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തുടർന്ന് എന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഡ്രസ് മാറ്റുന്ന, നിങ്ങളുടെ സ്ഥിതി മാറ്റുന്ന, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി മറുകര എത്തിക്കാൻ പ്രാപ്തനായ കരുത്തനായ ഒരുവനെ ഞാൻ കാണിച്ചു തരാം. എന്റെ ബാല്യത്തിലേക്ക്, പത്തനംതിട്ട ജില്ലയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്റെ പേര് ആലിസ് സാമുവൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് 98 വയസ്സുള്ള മാതാവും 3 സഹോദരങ്ങളും ഒരു സഹോദരിയുമുണ്ട്. എന്റെ 2 സഹോദരന്മാരുടെ ജനനത്തിന് ശേഷം 3ാമതായിട്ടാണ് ഞാൻ ഒരു പെൺകുട്ടി ജനിക്കുന്നത്. എന്റെ മാതാവ് പറഞ്ഞു, 2 ആൺകുട്ടികൾ കഴിഞ്ഞ ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ കുടുംബത്തിലാകമാനം എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു, വളരെ ആനന്ദമായിരുന്നു. അങ്ങനെ ഒരു 7-8 മാസങ്ങൾ വളരെ സന്തോഷത്തോടെ നീങ്ങി. അമ്മ എനിക്ക് അമ്മിഞ്ഞപ്പാല് തന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ വൈറ്റ് സ്പോട്ട് അഥവാ ഒരു വെള്ളപ്പാട് എന്റെ കൃഷ്ണമണിക്ക് ചുറ്റും നിൽക്കുന്നത് കണ്ട് അമ്മ അമ്പരന്നു. പപ്പയെ വിളിച്ചു കാണിച്ചു. അവർ വളരെ വിഷമിച്ചു. ഉടൻ തന്നെ പച്ചമരുന്ന് എഴുതുന്ന, വളരെ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, മെഡിക്കൽ സയൻസ് ഇത്രയും പുരോഗമിച്ചിട്ടില്ല, പച്ചമരുന്ന് എഴുതുന്ന ആ ഒരു കൃത്യത്തിലേക്ക് ഏർപ്പെട്ടു. 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു മെഡിക്കൽ സംഘം കോട്ടയത്ത് വരുവാനും ഇത്
ഒരുപക്ഷെ വച്ചുകൊണ്ടിരുന്നാൽ കണ്ണിന്റെ കാഴ്ച പോകുമല്ലോ എന്ന് ഭയപ്പെട്ട് ആ മെഡിക്കൽ ക്യാമ്പിൽ എന്നെ കൊണ്ട് കാണിച്ചു. അങ്ങനെ ഇതിനു മുമ്പും ഇതിന് പിൻപും മെഡിക്കൽ ശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 കണ്ണുകളും ഒരേ സമയത്ത് അവർ ഓപ്പറേറ്റ് ചെയ്തു. അതിന്റെ ഫലമായി എൻ്റെ കണ്ണുകൾ അതിന്റെ ഷേപ്പ് മാറി, എന്ന് വെച്ചാൽ കണ്ണിന്റെ ഒറിജിനാലിറ്റി മാറി, ശരിക്കും മേഘാവൃതമായ ഒരവസ്ഥയായി. എന്നെ താഴെ 10 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നടക്കുമായിരുന്നു. അപ്പോ എന്നെ താഴെ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അമ്മയും പപ്പയും കൈ കാണിക്കുമ്പോൾ ഞാൻ ഭിത്തിയിൽ പോയി മുട്ടുന്നതായി കണ്ടു. അപ്പോ കാഴ്ചയില്ല എന്ന് മനസ്സിലായി. വേഗം ഡോക്ടേഴ്സിനെ കണ്ടു. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു, അന്ന് അനസ്തേഷ്യ ഒന്നും അത്രത്തോളം അനസ്തേഷ്യ തന്നിട്ടില്ല. അവര് ഓപ്പറേറ്റ് ചെയ്തു. പക്ഷെ കുട്ടി കരഞ്ഞത് കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവർ കണ്ണ് പൊതിഞ്ഞു കെട്ടുകയായിരുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഓപ്പറേറ്റ് ചെയ്തതോടുകൂടി ഞാൻ പൂർണ്ണമായും അന്ധയായി മാറി. അതോടുകൂടി ആ ഞരമ്പുകളൊക്കെ വളരെ നഷ്ടമായതായിട്ടാണ് പിന്നീട് മനസ്സിലാക്കുവാനിടയായത്. അങ്ങനെ എന്നെ ഒത്തിരി ട്രീറ്റ്മെന്റിന് വിധേയാക്കി. അതിനുശേഷം എറണാകുളം, തിരുവനന്തപുരം നല്ല ഡോക്ടേഴ്സിനെ കാണിച്ചു. അതല്ലാതെ കോയമ്പത്തൂർ കൊണ്ടുപോയി അവിടെ നിന്നൊരു വിദഗ്ധ ഡോക്ടറെ കാണിച്ചു. പിന്നെ മോഡി എന്ന് പറയുന്ന പ്രസിദ്ധനായ ആ ഡോക്ടറെ കാണിച്ചു. അങ്ങനെ ഒത്തിരി വെല്ലൂരിലുള്ള CMCയിലുള്ള അതിന്റെ സൂപ്രണ്ടിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ത്യയില് ഈ കണ്ണുകൾക്ക് വെളിച്ചം നൽകുവാൻ തക്കതായ ട്രീറ്റ്മെന്റ് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഭാവിയിൽ ഒരുപക്ഷെ കമ്പ്യൂട്ടർ യുഗം പുരോഗമിച്ചു വരുമ്പോഴേക്കും കമ്പ്യൂട്ടറൈസ്ഡ് കണ്ണട വെച്ചാൽ, തലച്ചോറിൽ പ്രത്യേക ചിപ്പ് വെച്ച് കമ്പ്യൂട്ടറൈസ്ഡ് സ്പെക്സ് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കാഴ്ച കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് അവര് ഞങ്ങളെ വിട്ടു. അപ്പോ 6 വയസ്സായപ്പോഴേ എനിക്ക് കോട്ടയത്ത് ബ്ലൈൻഡ് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നു. എന്നാൽ എൻ്റെ കണ്ണുകൾക്ക് അപ്പോൾ വളരെയധികം വേദന അനുഭവപ്പെട്ടതുകൊണ്ട് എന്നെ മാതാപിതാക്കൾ വിടുവാൻ താല്പര്യപ്പെട്ടില്ല. പിന്നീട് വളരെ വേദനയായതിനാൽ തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി കണ്ണിനകത്ത് 2 ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് ആ വേദന മാറുവാനിടയായത്. ഇതിനിടയിൽ ഡോക്ടേഴ്സിനെ കാണിക്കുന്നതോടൊപ്പം തന്നെ നേർച്ച കാഴ്ച ആ തലങ്ങളിലും മാതാപിതാക്കൾ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി. വിവിധ പള്ളികൾ, മണർകാട്, പരുമല, പുതുപ്പള്ളി ആദിയായ പള്ളികളിലൊക്കെ കൊണ്ടുപോവുകയും മറ്റു പള്ളികളിൽ നേർച്ച കാഴ്ചകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും ഇവയ്ക്കൊന്നും എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തരുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും നോയമ്പിലും നമസ്കാരത്തിലും എല്ലാ ആഴ്ചയിലും പള്ളി കൊണ്ടുപോകുന്ന പള്ളി ഭക്തരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. അതിലൊന്നിനും മുടക്കം വരുത്താതെ, കാഴ്ചയില്ലെന്ന് പറഞ്ഞാലും അങ്ങനെ കാഴ്ചയില്ലാത്ത ഒരു അവഗണന ഒരിക്കലും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. മറ്റു സഹോദരങ്ങളോടൊപ്പം തന്നെ വളരെ ഫ്രീ ആയി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നതിന് എനിക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഏത് കാര്യത്തിലും എന്നെ മാറ്റി നിർത്താതെ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പങ്കെടുപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ഇനി ബാല്യകാലത്തിലെ ചില സ്മരണകളിലേക്ക് നമുക്ക് പോകാം. വചനം പറയുന്നു, കുരുടന്മാരെ ഞാൻ അറിയാത്ത വഴിയിൽ നടത്തും, അവരറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. അന്ന് അന്ധതയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ വൈകല്യത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അത്രമാത്രം ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം വീട്ടിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സ്വന്തക്കാർ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങി വളരെ സന്തോഷത്തോടാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ ഒരിക്കലും എൻ്റെ തല നുവരുവാൻ ഈ ഓപ്പറേഷൻ നിമിത്തമായിട്ട് കഴിഞ്ഞിരുന്നില്ല. സൂര്യാസ്തമയത്തിന് ശേഷവും അത് ഉദിച്ച് വെയിലാകുന്നതിന് മുമ്പും ഞാൻ കുറച്ച് മുകളിലേക്ക് നോക്കും. ഇല്ല എങ്കിൽ ഒന്നുകിൽ
അമ്മയുടെ തോളിൽ അല്ലെ വലിയമ്മച്ചിയുടെ തോളിൽ അല്ലെങ്കിൽ കട്ടിലിൽ കിടത്തിയാൽ കമന്നു കിടക്കും. ഇങ്ങനെയുള്ള ഒരു ജീവിത രീതിയായിരുന്നു ഏറ്റവും ശൈശവാവസ്ഥയിൽ. എന്നാൽ അത് കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ എൻ്റെ സഹോദരങ്ങളോടൊപ്പം കളിക്കുവാനൊക്കെ ഓടി പുറപ്പെട്ടു. എല്ലാ കളികൾക്കും ഞാൻ എന്നെ കഴിവുള്ള എല്ലാ കളികൾക്കും കൂടുമായിരുന്നു. ഒരിക്കൽ സാറ്റ് കളിച്ച് എണ്ണുന്ന ആളിന് പകരം എണ്ണിക്കാനായി ഞാൻ ഞങ്ങളുടെ മുറ്റത്തുകൂടി ഓടുകയാണ്. ഓടി വന്നപ്പോ അമ്മ അവിടെ ഇരുന്ന് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ആ മീൻ ചട്ടിയിൽ ചവിട്ടി ഞാൻ ഓടി, പക്ഷെ ആ ചട്ടി പൊട്ടിയില്ല. അമ്മയ്ക്ക് അതൊരു ഭയങ്കര അത്ഭുതമായിപ്പോയി. അങ്ങനെ പോയി കുറ്റിച്ചുവിട്ട് നിൽക്കുന്ന ആളിന് 25 എണ്ണിക്കാൻ ഇടയായി. അതുപോലെ മറ്റൊരു ദിവസം ഇതുപോലെ ഞങ്ങൾ ഓടിക്കളിക്കുമ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ വെളുമ്പി കൊമ്പുള്ള പശു ഉണ്ടായിരുന്നു, കൂർത്തുമൂർത്ത കൊമ്പുള്ള. അതൊന്നും എന്നെ എടുത്തെറിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നിവിടെ കാണത്തില്ലായിരുന്നു. അപ്പോ ആ പശുവിന്റെ മുന്നിലോട്ടാണ് ഞാൻ ഓടി വന്നത്. ഓടി വന്നതുമല്ല, അത് മൂക്കിട്ട് എനിക്കൊരു ഉമ്മ തന്നെ എന്നെ അങ്ങ് വിട്ടു. ഞാൻ പേടിച്ചോടി. എന്നിട്ടും അതെന്നെ ഒന്നും ചെയ്തില്ല. മറ്റൊന്ന്, ഞങ്ങൾക്ക് ഈ ആട്ടിൻകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോ എൻ്റെ അമ്മാച്ചൻ ഒരു ആട്ടിൻകുട്ടിയെ തന്നു. അപ്പം ഈ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു. ഞാൻ കഴിക്കുന്നതെല്ലാം അതിന് കൊണ്ട് കൊടുക്കും. കാരണം ബിസ്ക്കറ്റ്, ഉപ്പേരി, കൊഴലപ്പം, അച്ചപ്പം ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് കറുമുറ തിന്നുന്നത്, കേൾക്കുന്നതും അതങ്ങനെ കഴിക്കുന്നത് കാണുന്നതും ഭയങ്കര സന്തോഷമായി. കഴിക്കുന്നതൊക്കെ അതിന് കൊണ്ട് കൊടുക്കും. എൻ്റെ വല്യപ്പച്ചൻ ഭയങ്കര നല്ല ഒരു കർഷകനായിരുന്നു. ഞങ്ങളുടെ പുരയിടത്തിൽ ഇഷ്ടം പോലെ, ഞാൻ എന്നെ തന്നെ പൊക്കി പറയാനല്ല, ഒരു സാഹചര്യം പറയുന്നതാ. ഞങ്ങളുടെ പുരയിടത്തില് ഇഷ്ടം പോലെ കൃഷികൾ, വാഴയും ചേനയും ചേമ്പും കിഴങ്ങും കപ്പയും തെങ്ങും ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ കൃഷിക്കകത്തൂടെ നടന്നാൽ അപ്പച്ചൻ വഴക്ക് പറയും. അപ്പച്ചൻ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തെ ഞാന് ഈ ആട്ടിൻകുഞ്ഞിന് കൊടുക്കാനായിട്ട് കാച്ചിലിന്റെ ഇല പറിക്കാൻ ആ കൃഷിക്കകത്തോട്ട് പോയി. ഒരിക്കൽ അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഇതുപോലെ പശു പണ്ട് ഇങ്ങനെ ചീറ്റിയതുപോലെ ഒരു ഭയങ്കര ചീറ്റ് എന്റെ നേരെ വന്നു. ഞാൻ വിചാരിച്ചു പശു ആയിരിക്കും. ഞാൻ നേരെ അമ്മോ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചോടി വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞപ്പോഴാ പറഞ്ഞ് അത് മൂർഖൻ പാമ്പായിരുന്നു എന്ന്. അങ്ങനെ പാമ്പിന്റെ കയ്യിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ഒരുവന്റെ വഴിയിൽ അല്ലെങ്കിൽ ഒരുവനെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരാളെ ദൈവം തന്റെ ഇഷ്ടത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ JCB ഇടിച്ചാൽ പോലും അവൻ മരിക്കത്തില്ല. എന്ത് അപകടങ്ങളും പ്രതികൂലങ്ങളും വന്നാലും മരണം അവനെ തൊടത്തില്ല. അങ്ങനെ 2 അപകടങ്ങൾ എന്നെ വിടുവിച്ചു. പിന്നെയും ഞാന് അടങ്ങിയിരിക്കത്തില്ല. ഞങ്ങള് ഇതുവഴി ഗ്രാമപ്രദേശമാണല്ലോ, അന്ന് 2 ബസ്സാണ് ഇതുവഴി ഓടുന്നത്. അപ്പൊ ഞങ്ങൾ പിള്ളേര്, എൻ്റെ സഹോദരങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പം, പിള്ളേരുള്ളപ്പം ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് റോഡിലേക്ക് ഒരു ചെറിയ ഇടവഴിയുണ്ട്. വണ്ടിയുടെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ അവിടേക്ക് ഓടും, റോഡിന്റെ വക്കിലേക്ക് ഓടും. ഓടിയിട്ട് എന്നും പറഞ്ഞ് ഓന്ന് ഇങ്ങനെ കൂവി അങ്ങ് രസിക്കും. എന്നിട്ട് വണ്ടി പോയി കഴിയുമ്പോൾ തിരിച്ചു വരും. ഇവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ ഒരു ദിവസം വണ്ടി വന്നു. ഞാൻ ഓടി, അതുപോലെ ഓടി റോഡിന്റെ വക്കിൽ ചെന്നപ്പം കുറച്ച് മുന്നോട്ടായിപ്പോയി. ഏതായാലും വണ്ടിക്കാരൻ വണ്ടി അങ്ങ് നിർത്തി. വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു. ഞാനെങ്കിലും തിരിച്ചു പേടിച്ച് വീട്ടിലുണ്ട്. അന്ന് എൻ്റെ വൈകിട്ട് പപ്പായോട് പറഞ്ഞു, മോളിന്ന് വണ്ടിക്കീഴെ കയറേണ്ടതായിരുന്നു, അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയുടെ അടിയിൽ പെടാതിരിക്കാനും ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിന്നെ എൻ്റെ ചെറിയ പ്രായത്തിലെ ഞങ്ങള് ആദ്യം ഓർത്തഡോക്സുകാരായിരുന്നു. ഒരിക്കലും പള്ളിയൊന്നും മുടക്കത്തില്ല. എല്ലാ ആഴ്ചയിലെ എല്ലാ നല്ല പുണ്യദിനങ്ങളിലെല്ലാം പള്ളിയിൽ പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ എൻ്റെ വെല്ലുമിച്ചിയാണ് ആദ്യ കാലങ്ങളിലൊക്കെ എന്നെ എപ്പോഴും പള്ളിയിൽ കൊണ്ടുവന്നത്. കാരണം അമ്മയ്ക്ക് ഒത്തിരി ജോലിയുണ്ട്. അതിനുശേഷം എൻ്റെ അനുജത്തി കുറച്ച് പ്രായമായി, ഞങ്ങള് ചെറിയ പ്രായത്തിന് ഞങ്ങൾ ഒന്നിച്ച് അടുത്താണ് പള്ളി. അപ്പൊ നടന്നു പോകാനുള്ള പ്രായമായപ്പോഴേക്ക് പിന്നെ എൻ്റെ അനുജത്തിയുടെ കൂടാണ് ഞാൻ എവിടെയായാലും യാത്ര ചെയ്യും. വീട്ടിലെ ഏത് കാര്യത്തിനും. ഇപ്പം ഞങ്ങളുടെ അടുത്ത് തോടുണ്ട്. അപ്പൊ തോട്ടി കുളിക്കാനായാലും കളിക്കാനായാലും പിന്നെ പോച്ച പറിക്കാനായാലും എല്ലാ കാര്യത്തിനും അവളോടൊപ്പം ഞാനുണ്ടാവും. വിരുന്ന് പോകുന്നതിനും ഞാനുണ്ടാവും. അങ്ങനെ അവളുടെ വിവാഹം വരെ എപ്പോഴും അവൾ ആയിരുന്നു എൻ്റെ സഹായിയായിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലെ നിശ്ചയമായിട്ടും കുടുംബ പ്രാർത്ഥന,
അത് ഓർത്തഡോക്സിലായാലും എന്തായാലും നമ്മൾ അറിഞ്ഞ സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. രാവിലെയും വൈകുന്നേരവും വളരെ സ്ട്രോങ് ആയ കുടുംബ പ്രാർത്ഥന നടന്നിരുന്നു. എൻ്റെ വലിയമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 7 യാമങ്ങൾ, യാമം കഴിയുമ്പോൾ വീട്ടിൽ എന്ത് പണിയുണ്ടേലും, ഞങ്ങളുടെ വീട്ടില് ഒത്തിരി വേലക്കാരെന്ന് വെച്ചാൽ നിലമൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ട് 28-30 വേലക്കാരൊക്കെ വീട്ടിൽ വരും. അവർക്കൊക്കെ ആഹാരം അമ്മയോട് ചേർന്ന് വലിയമ്മച്ചി ചെയ്യുമെങ്കിലും ആ സമയത്ത് ഓടിപ്പോയി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം എൻ്റെ വലിയമ്മച്ചിക്കുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന സാഹചര്യം, എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ പങ്കെടുക്കുന്ന ഒരു അനുഭവം. അങ്ങനെ മുന്നോട്ട് വന്നു. എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും സ്കൂളുകളിലേക്ക് പോയി. അവർ പഠിക്കുന്ന എല്ലാ പാഠവിഷയങ്ങളും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എല്ലാം അവരോടൊപ്പം അവരെക്കാൾ മുമ്പിൽ ഞാൻ ബൈഹാർട്ട് ചെയ്യും. അങ്ങനെ പോകുന്ന ഒരു രീതിയായി. അവർക്ക് പൊതി കെട്ടുമ്പോൾ എനിക്കും ചോറ് പൊതി കെട്ടും. അങ്ങനെ അവർ സ്കൂളിൽ പോകും. 11:30-12 മണിയാകുമ്പം ആ ചോറ് പൊതി അഴിച്ച് ഞാനും കഴിക്കും. ഇങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. അപ്പോ ഒരു ദിവസമായപ്പോ എൻ്റെ ഹൃദയത്തിൽ ഒരു തേങ്ങൽ. ഒരു 10-11 മണിയായി. ഞാൻ ഞങ്ങളുടെ അടുക്കളയുടെ അടുത്ത മുറിയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്ന് യേശു ആരാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിലാണ്. പക്ഷേ ഡിസംബറിൽ 25-ന് യേശു ജനിക്കും. ക്രിസ്മസ് അടിപൊളിയായിട്ട് ആഘോഷിക്കും. പിന്നെ അടുത്ത മാർച്ച്, ഏപ്രിൽ. അപ്പം ഹോശാനിയായി, പെസഹയായി, ദുഃഖവെള്ളിയാഴ്ച യേശുവിനെ ക്രൂശിച്ചു. അപ്പം അന്ന് യഹൂദന്മാരോടൊക്കെ എനിക്ക് ഭയങ്കര കലിപ്പായിരുന്നു. കാരണം യേശുവിനെ ക്രൂശിച്ചല്ലോ എന്ന് അന്ന് അത്രേ അറിയുള്ളൂ. എന്നിട്ട് ഞായറാഴ്ചയാകുമ്പം ഭയങ്കര സന്തോഷമായി. കാരണം യേശു ഉയർത്തെഴുന്നേറ്റു. ഇത്രയും മാത്രമേ യേശുവിനെ കുറിച്ച് അറിയത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ കൗമ പ്രാർത്ഥനകളൊക്കെ വളരെ നല്ല രീതിയിൽ ഉരുവിട്ട് പ്രാർത്ഥിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ ആത്മീക തലം കുടുംബത്തില്. അങ്ങനെ ഞാൻ അന്ന്, എൻ്റെ ദൈവമേ, എനിക്ക് മാത്രം പഠിക്കാൻ കഴിയത്തില്ലയോ എന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചു. ഭക്തന്മാരുടെ നിശ്വാസം പോലും അറിയുന്ന ഒരു സ്വർഗം, എൻ്റെ ബാല്യത്തിലെ നെടുവീർപ്പിന്റെ ശബ്ദം സ്വർഗം കേട്ടു. എൻ്റെ പപ്പ ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹം വൈകിട്ട് വന്നപ്പോ അമ്മ പറഞ്ഞു, കൊച്ചിങ്ങനെ പറഞ്ഞു, അവൾക്ക് എവിടെയെങ്കിലും പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ അടുത്ത ദിവസം പേപ്പറിൽ പാളയംകോട്ടയിലെ അഡ്രസ് കണ്ടു. പപ്പ അവിടേക്ക് എനിക്ക് വേണ്ടി അഡ്മിഷൻ എഴുതി. ഒരു മിനിറ്റ്, ചാനുണ്ടോ അവിടെ? പക്ഷേ തോന്നി ഞാൻ. ഇല്ല, അമ്മാമ ഇരുന്നിടത്ത് വന്ന് ഒത്തിരി മുന്നോട്ട് വന്നു, സ്ക്രീൻ ഔട്ടായി. എവിടെ വരെ ആയി? ഞാനത് പറയാം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ ഇപ്പൊ ഓക്കെ, ഇങ്ങനെ ഇരിക്കാവും. ഇനി മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് സ്ക്രീനിൽ നിന്ന് ഔട്ട് ആവുന്നുണ്ട്. അയ്യോ, അത് ശരി. ഞാനത് അത്ര ഓക്കെ, ശരി. ഓക്കെ, ഇനി പറഞ്ഞു തുടങ്ങേണ്ടത് പാളയംകോട്ടെ കാര്യമാണ്. അവിടെ ഒന്നുകൂടെ പറഞ്ഞോ. അടുത്ത ദിവസം പേപ്പറിൽ കണ്ട് പാളയംകോട്ടയിലേക്കുള്ള അഡ്രസ് കണ്ടു. എന്റെ അഡ്മിഷന് വേണ്ടി പപ്പ അവിടേക്ക് എഴുതി. ഉടനെ അവർ സൗത്ത് കേരള ഡയോസിസിലുള്ള വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് ലൈവ് ടു ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ ഒരു പുതിയ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അവിടേക്കുള്ള അഡ്രസ് പപ്പായ്ക്ക് അയച്ചു തന്നു. അങ്ങനെ ലൈവ് ടു ദി ബ്ലൈൻഡ് സൂപ്രണ്ടിന് വേണ്ടി പപ്പ എന്റെ അഡ്മിഷന് വേണ്ടി എഴുതി. അങ്ങനെ അവർ എത്രയും വേഗം കുട്ടിയെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അത് ജൂൺ മാസമായിരുന്നു. അതുകൊണ്ട് അമ്മയും പപ്പയും കൂടി എന്നെ ജൂൺ മാസം 5-ാം തീയതി ആ സ്കൂളിലേക്ക് കൊണ്ടുവിടാനിടയായി തീർന്നു. എന്റെ ജീവിതത്തിലെ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയർ.
രാവിലെ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ജീവിതം, പിന്നീട് ആഹാരത്തിന് മുമ്പ് പ്രാർത്ഥന, അതിനുശേഷം ഒരു ചാപ്പൽ ശുശ്രൂഷ, അതിനുശേഷം അസംബ്ലി, പ്രാർത്ഥിച്ച് അസംബ്ലി അവസാനിപ്പിച്ച് പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അരമണിക്കൂർ ബൈബിൾ ക്ലാസ്, പിന്നെ പ്രാർത്ഥിച്ച് ക്ലാസ് ആരംഭിക്കും. അതിനുശേഷം ക്ലാസ് തീരുന്നതും പ്രാർത്ഥിച്ച്, പിന്നീട് വൈകുന്നേരം 6 മണിക്ക് ഒരു പ്രെയർ, പിന്നെ ആഹാരത്തിന് ശേഷം വീണ്ടും അസംബ്ലി ഹാളിൽ കൂടിയിട്ട് പാട്ട് പഠിപ്പിക്കലും, അതുപോലെ പത്രപാരായണം, വീണ്ടും പ്രാർത്ഥന, പിന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള പ്രാർത്ഥന. ഇതിങ്ങനെ റുട്ടീനായിട്ട് നടന്നു പോകുന്നു. അപ്പോൾ വചനം പഠിക്കാൻ ഒത്തിരി സാവകാശമുണ്ടായി. അതേപോലെ തന്നെ സൺഡേ സ്കൂൾ, കാരണം സൗത്ത് കേരള ഡയോസസിന്റെ കീഴിലുള്ള CSI പശ്ചാത്തലത്തിലുള്ള സ്കൂൾ ആയതുകൊണ്ട് ഇന്നത്തെ പോലെയല്ല. അന്ന് ഏതാണ്ട് പെന്തക്കോസ് അനുഭവമുള്ള ഒരു വിഭാഗമായിട്ടാണ് ഞാൻ കണ്ടത്. വളരെയധികം വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ സൺഡേ സ്കൂളിലൂടെയും ഈ സ്ക്രിപ്ചർ ക്ലാസ്സിലൂടെയും നന്നായി വചനം പഠിക്കാൻ എനിക്കിടയായി തീർന്നു. അതോടൊപ്പം തന്നെ എല്ലാ പാഠ്യേതര വിഷയങ്ങളിലും ഞാൻ ആക്റ്റീവായിരുന്നു. ചുക്കില്ലാത്ത കഷായം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യത്തിലും ആലിസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും. ആർട്സിന്റെ വിഭാഗത്തിലാണെങ്കിൽ എല്ലാ വിഭാഗങ്ങളും, എന്ന് വെച്ചാൽ അന്നത്തെ സാഹിത്യ സമാജം സെക്രട്ടറി, അതുപോലെ തന്നെ CSIയുടെ യൂത്തിന്റെ സംഘടനയായ ക്രിസ്ത്യൻ എൻഡവർ, അന്ന് അങ്ങനെയാണ്, അതിന്റെ സെക്രട്ടറി, റേഡിയോ ക്ലബിന്റെ വൈസ് പ്രസിഡന്റ്, പിന്നെ സ്കൂൾ അസംബ്ലിയുടെ ഒരു പ്രാവശ്യം സ്കൂൾ അസംബ്ലി സ്പീക്കർ, ഒരു പ്രാവശ്യം പ്രൈം മിനിസ്റ്റർ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആലിസ് പങ്കാളിയായിരുന്നു. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലും ദൈവത്തിന്റെ വലിയ കൃപയാൽ ക്ലാസ്സിൽ ഒന്നാമതായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ സ്പോർട്സിനാണേലും ഓട്ടത്തിനും സ്റ്റാൻഡിങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ബോൾ ത്രോ, ഇങ്ങനെ കഴിയാം. പിന്നെ അതുപോലെ തന്നെ ആർട്സിൽ വരുമ്പം മെമ്മറി ടെസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും, പിന്നെ മ്യൂസിക്കില് ലൈറ്റ് മ്യൂസിക്, അത് കർണാട്ടിക് മ്യൂസിക്, അതുപോലെ റെസിറ്റേഷൻ, ഇങ്ങനെയുള്ള പ്രസംഗം, എല്ലാ കാര്യത്തിലും കൃപയാൽ കർത്താവ് അവിടെയൊക്കെ ശോഭിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഇത് എന്റെ കഴിവ് പറയാൻ വേണ്ടിയല്ല, ദൈവം ഒരുക്കിയ ഓരോ വഴികൾ, അവൻ തന്ന താലന്തുകൾ പ്രയോജനപ്പെടുത്തുവാൻ നൽകിയ മാർഗങ്ങൾ, അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ നല്ല മാർക്കോടുകൂടി തന്നെ അവിടുന്ന് 7ാം ക്ലാസ് പാസ്സായി. അതിനിടയിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനിടയിലെ നെടുമങ്ങാട്ടുള്ള ഒരു ഉപദേശിക്ക് ഒരു ദർശനം കിട്ടി. ഞങ്ങളുടെ സ്കൂളിലുള്ള കുറച്ചു കുട്ടികളെ അവരുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്ക് കൊണ്ടുപോയി ഒരു പ്രോഗ്രാം നടത്താൻ. അപ്പം ഞങ്ങളുടെ സ്കൂള് CSI പശ്ചാത്തലത്തിലുള്ള സ്കൂൾ ആയതുകൊണ്ട് എല്ലാ ചർച്ചസിലും ഓരോ ആഴ്ചയിലും ഞങ്ങളെ കൊണ്ടുപോയി പ്രോഗ്രാംസ് നടത്തും. ടെസ്റ്റ് മണി, പ്രസംഗം, പാട്ട്, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഞങ്ങൾ തന്നെ പ്ലേ ചെയ്യും, പാടും. അങ്ങനെ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഓരോ ചേർച്ചിലായിരിക്കും പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ ദർശനം അനുസരിച്ച് ഞങ്ങൾ ഒരു 6 കുട്ടികളും ടീച്ചേഴ്സുമായിട്ട് അവിടേക്ക് കടന്നുപോയി. അപ്പൊ അന്ന് വരെ ഈ ഞാൻ പറഞ്ഞല്ലേ, യേശുവിനെ കുറിച്ചൊക്കെ കേൾക്കും, പറയും, വാക്യമൊക്കെ നന്നായിട്ട് കാണാതെ പഠിക്കും, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നെങ്കിലും യേശുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. അല്ല, യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ഒരു ബന്ധവും എനിക്കില്ല. കാര്യങ്ങളൊക്കെ റൊട്ടീനായിട്ട് നടന്നു പോകും. അങ്ങനെ അന്ന് നിത്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള, അന്ന് അത്രേ അറിയത്തുള്ളൂ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോ എനിക്ക് എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടായി, എനിക്കും സ്വർഗത്തിൽ പോകണം. അപ്പോ അന്ന് പറഞ്ഞ വാക്യം ഇതാ ഞാൻ വരുന്നു. 40ാം സങ്കീർത്തനത്തിലുണ്ട്, എബ്രായ ലേഖനത്തിലുണ്ടല്ലോ, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇത് നമുക്കറിയാം, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ
ഞാന് എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ചു. കർത്താവെ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, എന്നെ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ കേട്ട കേൾവി അനുസരിച്ച് ഞാൻ എന്നെ തന്നെ അങ്ങനെ പറഞ്ഞ് സമർപ്പിച്ചു, എഴുന്നേറ്റ് സമർപ്പിച്ചു. എനിക്കും സ്വർഗത്തിൽ പോകണം, യേശുവിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. അന്ന് 3ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. അങ്ങനെ പോയതിനേക്കാൾ വലിയ സന്തോഷത്തോടാണ് തിരിച്ചു വന്നത്. പിന്നത്തെ എന്റെ ജീവിതം എന്ന് പറഞ്ഞാല് ഒത്തിരി വ്യത്യസ്തമായിരുന്നു. എപ്പോഴും സന്തോഷം. എന്നോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആലിസിന് ദുഃഖം എന്താണെന്ന് അറിയത്തില്ലയോ, അതോ കാഴ്ചയില്ലാത്തവർക്ക് ദുഃഖം ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ കരയേണ്ടിയ ദുഃഖിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. സ്കൂളിലാന്നേലും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും മുൻപിലുണ്ട്. അതുകൊണ്ട് ആരും ഒന്നിനെ മാറ്റി നിർത്തുന്നില്ല, എല്ലായിടത്തും നല്ല അംഗീകാരമാണ്. അങ്ങനെ വരവേ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടാൽ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം, വലിയ മാറ്റങ്ങൾ വരും. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ ഒത്തിരി വിസിറ്റേഴ്സ് വരും, സ്കൂള് സന്ദർശിക്കാനും ഞങ്ങളെ കാണാനും ഞങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാന്, ബ്രെയിലെ അതുപോലെ കണക്കെഴുതുന്ന ടൈലേഴ്സ് ഫ്രെയിം, ലൂയി ബ്രെയിൽ, ഇതൊക്കെ കാണാനായിട്ട് ഒത്തിരി പേര് വരുമായിരുന്നു, പാട്ട് കേൾക്കാനും ഒക്കെ. അപ്പം ഇവര് വന്ന ഓരോരുത്തരുടെ വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഒത്തിരി ഇമിറ്റേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോ ആര് വന്നു പോയാലും വ്യത്യസ്തമായ എന്തെങ്കിലും ശബ്ദങ്ങളോ അവരുടെ സംസാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഭയങ്കര ചിരി പാസ്സാക്കുവാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ചാപ്പൽ സർവീസ് ഉണ്ടല്ലോ. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, പരിഹാസിയുടെ ബന്ധനം മുറുകുന്നു. വലിയ അർത്ഥമൊന്നും അറിയത്തില്ലേലും ഇങ്ങനെ പരിഹസിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം കട്ട പുകയാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അത് അത്രയും ഭയങ്കര ബന്ധനമായിരിക്കും, ഭയങ്കര ദൈവത്തിന് ഒത്തിരി ഇഷ്ടമില്ലാത്തതായിരിക്കും എന്നൊക്കെ പറയാനിടയായി. അതോടെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പിന്നെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി. ആയതുപോലെ പിന്നീട് എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഒത്തിരി വ്യത്യാസം വന്നു. അതുവരെ യേശുവിനെ കുറിച്ചൊരു കേൾവി മാത്രം കേട്ട ഞാൻ യേശുവിനെ യഥാർത്ഥത്തിൽ ആ കൊച്ചു പ്രായത്തിൽ തന്നെ യേശുവിനെ അനുഭവിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കും, കുളി കഴിഞ്ഞു വന്ന് പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, പിന്നെ സ്കൂളിലെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉണ്ട്, പിന്നെ കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്ത് മുഖമെല്ലാം കഴുകി പൗഡർ ഇട്ട് തലമുടി ചീകി കെട്ടി യേശു വരും എന്നുള്ള പ്രത്യാശയോടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അത്ര ഭയങ്കര പ്രത്യാശയായിരുന്നു കർത്താവ് വരുമെന്നുള്ളത്. അപ്പോ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോ അതിനിടയ്ക്ക് ഈ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ചെയ്തു പോകുന്ന, അന്ന് വലിയ പാവങ്ങളൊന്നും അറിയത്തില്ല എങ്കിലും ചെയ്തു പോരുന്ന പാപത്തോട് ഒരു വലിയ വിരക്തി ഉണ്ടാവും. എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കണം. അപ്പോ പിന്നെ അതുവരെ ചെയ്തു വന്ന വഴികൾ, അല്ലെ വന്ന വഴികളൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കി വിട്ടുകളയും. നമുക്ക് ദൈവത്തോടൊരു ആഭിമുഖ്യം, നാം വിട്ടുപോകുന്ന അല്ലെങ്കിൽ നാം ആചരിച്ചു പോരുന്ന പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങളോടൊക്കെ വലിയ വിരക്തി നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടാൽ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ തിരിച്ചറിയുവാനും അതെല്ലാം മാറ്റിവെക്കാനും യഥാർത്ഥ മാനസാന്തരപ്പെടുന്ന ഒരാൾക്ക് കഴിയും എന്നുള്ളതാണ്. അവിടെ നിന്ന് ഞാൻ 7ാം ക്ലാസ് വളരെ നല്ല രീതിയിൽ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. അടുത്ത് ഞങ്ങൾക്ക് അന്ന് കേരളത്തിൽ പെൺകുട്ടികൾക്ക് അനുവദിച്ചിരുന്ന ഏക സ്കൂൾ എന്ന് പറയുന്നത് കോട്ടൺ ഹിൽ ഗേൾസ് ഹൈ സ്കൂൾ, തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള. അപ്പൊ അതിനടുത്ത് ഹോസ്റ്റൽ ഒന്നുമില്ല. അവിടെയുള്ള ബ്ലൈൻഡ് സ്കൂളിന്റെ ബോർഡിങ്ങിലാണ് എൻ്റെ താമസം. അപ്പം ഇവിടെ നിന്ന് പഠിച്ച പാട്ടും വചനങ്ങളൊക്കെ അവിടെ ആയിരുന്ന പെൺകുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി സന്ധ്യയ്ക്ക് ഈ പാട്ട്, ഒരു 1200 പാട്ടോളം ഞാൻ അവരെ പഠിപ്പിച്ചു. എനിക്ക് കിട്ടിയ വെളിച്ചം ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം യഥാർത്ഥമായി നമുക്ക് എന്ത് നേട്ടങ്ങളാണോ അല്ലെങ്കിൽ എന്ത് അനുഭവമാണ്, ആത്മീയമായ അനുഭവങ്ങളാണ് നമുക്കുള്ളത്, അല്ലെ നാം പ്രാപിച്ച രക്ഷയുടെ സന്തോഷം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഉത്സാഹം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക.
കാരണം ഒരു വലിയ ത്വരയാണ്. നാം പ്രാപിച്ച സന്തോഷം, നമ്മൾ കണ്ടെത്തിയ യേശു, നമ്മൾക്ക് കിട്ടിയ വചനം, പാട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള വലിയ ദാഹം. അങ്ങനെ ആ കുഞ്ഞുങ്ങളിൽ പലരും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി. അവരുടേതായ ജീവിതചര്യകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുവാൻ എനിക്കിടയായി തീർന്നു. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ സ്കൂളിൽ ചേർന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സ്കൂളിലേക്ക് ആദ്യമായിട്ട് ഹൈസ്കൂളിലേക്ക് പോവുക. അപ്പൊ അന്ന് വരെ നേരത്തെ പോയിട്ടുള്ള കുട്ടികൾക്ക് ആർക്കും അവർ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ടില്ല. എല്ലാവരും വൈകുന്നേരം വന്നിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പൊ എന്നോട് കുട്ടികൾ പറഞ്ഞു, നാളെ മുതല് അല്ലെങ്കിൽ ഇന്നു മുതല് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല, വൈകിട്ട് വന്ന്. എനിക്കത് ഒട്ടുമേ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം നമ്മൾ അങ്ങനെ പട്ടിണി ഇരുന്നിട്ടില്ല, അറിയത്തില്ല. അപ്പോ എന്നോട് പറഞ്ഞു, ഹെഡ് മാസ്റ്ററോട് ചോദിക്കുക എങ്ങനെയാണെന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് പേടി, എന്നാലും കൊള്ളാം. സാറ് വന്നു. പുതിയ കുട്ടി എന്ത് ചെയ്യും? പുതിയ കുട്ടി മുന്നോട്ട് വന്നു. ഞാൻ അപ്പൊ പറഞ്ഞു, സാറേ അപ്പോ ഉച്ചക്കത്തെ കാര്യം എങ്ങനാ? ഉച്ചക്കത്തെ കാര്യം എങ്ങനാ? വൈകുന്നേരം വന്ന് കഴിക്കണം. സാറേ അത് എങ്ങനെയാ? എനിക്ക് വിഷമാണെന്നാലും പറ. ഒറ്റ കരച്ചിലും കരഞ്ഞു. അദ്ദേഹം കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ഏതായാലും കുട്ടി പോകൂ, നമുക്ക് എന്തേലും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിലേക്ക് പോയി. അന്നു മുതൽ 3 വർഷത്തേക്ക് എന്നോടൊപ്പമായിരുന്ന എല്ലാ കുട്ടികൾക്കും ഉച്ചയ്ക്ക് ആഹാരം ലഭിക്കുവാനിടയായി. ഒരു ദൈവ പൈതലിനു വേണ്ടി ദൈവം ചെയ്യുന്ന കൊച്ചു കാര്യമായാലും വലിയ കാര്യമായാലും, ദൈവത്തിന് ഒരാളെ കുറിച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരാൾ സമർപ്പിക്കപ്പെട്ടെങ്കിൽ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം തൽപരനാണ്. ദൈവം അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പോന്നു കഴിഞ്ഞു. പിന്നെ ആ ഉച്ചക്കത്തെ ചോറൂണ് നിന്നു എന്നാണ് കേട്ടത്. ഏതായാലും ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു പ്രിവിലേജ്, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ട്യൂഷനുള്ളതായ സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അനേക കണ്ണുകളിലൂടെയാണ് ഞാൻ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ കാഴ്ച ഉള്ളവരുടെ സ്കൂളിൽ 10, 4500, 5000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമാണ് കാഴ്ചയില്ലാത്ത ആള്. വേറെ 2-3 കുട്ടികളുണ്ട്. അപ്പോ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ എനിക്ക് വേണ്ടി നോട്ട്സ് ഒക്കെ ഡിക്റ്റേറ്റ് ചെയ്ത് തരാനായിട്ട് ടീച്ചേഴ്സ് ആക്കി വെച്ചു. അങ്ങനെ നല്ല രീതിയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ഹെൽപ്പൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടി. ബോർഡിങ്ങിൽ അങ്ങനെ ഒരു സഹായവും ലഭിച്ചിരുന്നില്ല. എന്നാൽ 10ാം ക്ലാസ് ആയപ്പോഴേക്കും എന്റെ കണ്ണുകൾക്ക് ഭയങ്കര വേദനയായി. എനിക്ക് ഒട്ടും പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി ക്ലാസ്സിൽ ശ്രദ്ധിച്ചത് വെച്ചാണ് പരീക്ഷ എഴുതിയത്. നല്ല മാർക്കോടെ പാസ്സാകുവാനിടയായി. അങ്ങനെ പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നു. 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടി എന്ന ബഹുമതിയോടെ. അങ്ങനെ ഇത് കണ്ട വടക്കൻ കേരളത്തിലുള്ള 2 പേർ എനിക്ക് കണ്ണ് ഓഫർ ചെയ്തു. എനിക്ക് കണ്ണ് തരാമെന്ന്. എന്നാൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡോക്ടർ ടോണി ഫെർണാണ്ടസിനെ പോയി കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ഗ്രാഫ്റ്റിംഗ് സിസ്റ്റം ഒന്നും എന്റെ കണ്ണിന് നടക്കത്തില്ല. കാരണം അന്നത്തെ ഓപ്പറേഷനാണ് ഏറ്റവും തകരാറാക്കിയത്. ഓപ്പറേഷനോടുകൂടി എന്റെ കണ്ണിന്റെ സകല ഞരമ്പുകൾക്കും കേടുപറ്റിയിട്ടുണ്ട്. കാരണം അന്ന് മുതലേ എനിക്ക് കണ്ണിന് വേദനയും അതുപോലെ പല അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. അപ്പം അപ്പൊ ആ ഒരു ഓഫറും നമുക്ക് നഷ്ടമായി. അവരോട് തിരിച്ച് താങ്ക്സ് പറഞ്ഞ് എഴുതാനിടയായി. അപ്പം വേദനയായതുകൊണ്ട് ഈ കണ്ണ് എടുത്തു കളയാമെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് നിശ്ചയമായും ദൈവം എനിക്കൊരു വിടുതൽ തരും എന്നുള്ള പ്രത്യാശയോടെയാണ് ഞാൻ പറഞ്ഞു, ഇത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി വച്ചേക്കാണ് ഡോക്ടർ അങ്കിളെ, അതുകൊണ്ട് കണ്ണെടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ കണ്ണെടുക്കണ്ട, കണ്ണെടുത്താല് ആർട്ടിഫിഷ്യലായി വെക്കാം, പിന്നെ കണ്ണാടി വെക്കാതെ നടക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന് വേണ്ടി അത് വെച്ചത് കൊണ്ട് ഇന്ന് വരെയും അത് നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാല്, ഞങ്ങൾ എറണാകുളത്ത് ആയിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ കണ്ണിന്റെ അസുഖമുള്ള, അല്ലെങ്കിൽ ഈ അസുഖം പോലെ തന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത്, ഇങ്ങനെ പരാജയപ്പെട്ട ഈ കണ്ണ് മുന്നോട്ട് ബൾജ് ചെയ്ത്
അവസാനം ഡെത്താണ്, മരണമാണ് സംഭവിക്കുന്നത്. ആ കുട്ടി മരിച്ചുപോയി. എന്നാൽ നാളിന്ന് വരെ എന്നെ നിർത്തിയ ദൈവത്തിനൊരു പ്ലാൻ എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നെനിക്ക് പിൽക്കാലത്ത് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അതിനുശേഷം ഞങ്ങള് വിശാഖപട്ടണത്തുള്ള ഏഷ്യയിലെ സെക്കൻഡ് റാങ്ക് സർജനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞത് മണി വേസ്റ്റ്, ടൈം വേസ്റ്റ്, ഇനി ഇതിനു വേണ്ടി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതോടുകൂടി പതുക്കെ ട്രീറ്റ്മെന്റ് എല്ലാം ഞാൻ താത്തുവെച്ചു. അതുവരെ കണ്ണിൽ മരുന്നൊഴിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെന്റ് തുടർന്നില്ല. പക്ഷെ വേദന വരുമ്പം മരുന്നൊഴിക്കും എന്ന് മാത്രം. അപ്പോ അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി തിരുവനന്തപുരത്ത് തന്നെയുള്ള വിമൻസ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഞാൻ അവിടെ പപ്പ എന്നെ കൊണ്ട് ചേർത്തു. അപ്പോ എനിക്ക് സയൻസ് ഗ്രൂപ്പ് ഇഷ്ടമാണെങ്കിലും എനിക്കതിന് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് 3rd ഗ്രൂപ്പ് എടുത്തു. മ്യൂസിക് ഓപ്ഷനാക്കി പഠനം തുടങ്ങി. അങ്ങനെ ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്തും അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങാനും അനേക കുഞ്ഞുങ്ങളോട് കർത്താവിനെ കുറിച്ച് പറയാനും ഒക്കെ കർത്താവ് മുഖാന്തരമാക്കി. അങ്ങനെ അന്ന് ഞാൻ പ്രീ ഡിഗ്രിയാ പഠിക്കുന്നത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പല കുഞ്ഞുങ്ങളും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കൃപയാൽ ഇടയാക്കി. അന്നും എനിക്ക് ഞങ്ങളുടെ ഓർത്തഡോക്സ് ചർച്ചിനെക്കാട്ടിലും CSI ചർച്ചിലുള്ള ആരാധനയായിരുന്നു ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾ ഉള്ളത് കൊണ്ട് MM ചർച്ചിലും ക്രൈസ്റ്റ് ചർച്ചിലും തിരുവനന്തപുരത്തുള്ള ആ ചർച്ചുകളിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെ പോകാൻ ആളില്ലാതെ വന്നപ്പോൾ അവിടെ ചർച്ച് ഓഫ് ഗോഡിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഒരു ചേച്ചി കൊണ്ടുപോയി. 2-3 ആഴ്ച അവിടെ പോയി. പക്ഷെ പെന്തക്കോസ് ആരാധന എന്താണെന്നോ പെന്തക്കോസ് കൂട്ടായ്മ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു പെന്തക്കോസുകാരെ അനുവദിക്കത്തില്ല. ആരും ഞങ്ങളുടെ വീട്ടിൽ വരാനായിട്ട് സമ്മതിക്കുന്ന ഒരു ഭവനം അല്ലായിരുന്നു. പക്ക ഓർത്തഡോക്സുകാരായിരുന്നു. എങ്കിലും എന്റെ ഉള്ളിൽ മനസ്സിലായി ഈ ആരാധന അത്ര ശരിയ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ പാസ്റ്റർ PD ജോൺസന്റെ സിസ്റ്റർ, ഞങ്ങളുടെ കോളേജിലെ പ്രൊഫസറും അതുപോലെ ഹോസ്റ്റലിലെ ട്യൂട്ടറായിരുന്നു. അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഫസ്റ്റ് DC ആരംഭിച്ചു. അങ്ങനെ ആ ടീച്ചറിനോടൊപ്പം തിരുവനന്തപുരത്ത് പ്ലാമൂട്ടിലുള്ള ഗോസ്പൽ സെന്റർ AG ചർച്ചിലേക്ക് പോകാനിടയായി. അതിനിപ്പുറത്ത് വെച്ച് ഒരു കാര്യം നടന്നു. ഞാൻ സെക്കൻഡ് BDCക്ക് പഠിക്കുമ്പോൾ LMS കോമ്പൗണ്ടിൽ ബ്രദർ ദിനകരൻ അങ്കിളിന്റെ ഒരു മെഗാ മീറ്റിംഗ് അവിടെ നടന്നു. എന്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ അവിടേക്ക് കടന്നുപോയി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് യഥാർത്ഥമായി കർത്താവിന്റെ വേല ചെയ്യാൻ താല്പര്യമുള്ളവരെ സമർപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായി. അങ്ങനെ ഒരു കോളിംഗ് ഉണ്ടായി. അങ്ങനെ പൂർണ്ണമായിട്ടും എനിക്ക് സുവിശേഷ വേല എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ സുവിശേഷ വേല ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞേക്കുന്ന വാക്യം ഇതാ: ഞാൻ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അപ്പൊ എല്ലാറ്റിനും യേശുവിന് ഫസ്റ്റ് പ്ലേസ് കൊടുക്കുക. അതുപോലെ നീയോ വളരണം, ഞാനോ കുറയണം, സ്നാപക യോഹന്നാൻ ഏറ്റുപറഞ്ഞ ആ പ്രാർത്ഥന, അതായിരുന്നു മറ്റൊരു വാക്യം. അപ്പം അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾക്കൊത്തവണ്ണം കർത്താവിന്റെ വേല അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ എന്നെ പൂർണ്ണമായും സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. അത് കഴിഞ്ഞാണ് ഫസ്റ്റ് DC ഞാൻ AG ചർച്ചിലേക്ക് കടന്നു പോകുന്നത്. ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ സെക്കൻഡ് DCക്ക് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുവാനിടയായിട്ട് ഒരു ഒക്ടോബർ മാസത്തിലായിരുന്നു അത്. ഈ ഒക്ടോബർ എന്ന് പറയുമ്പം എനിക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അപ്പോ ആ ഒക്ടോബർ മാസത്തിൽ പൂജാ ഹോളിഡേയ്സിനാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം പ്രാപിക്കുവാൻ എനിക്കിടയായി തീർന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പഠനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞങ്ങള് മറ്റുള്ളവർ വായിച്ചു, കാരണം കോളേജിലൊക്കെ ആകുമ്പം ഒത്തിരി വായിക്കാനുണ്ട്.
അപ്പം നമുക്ക് എഴുതിയെടുക്കുന്നതിനൊക്കെ വളരെ പരിമിതിയുണ്ട്. അപ്പം മറ്റു കുട്ടികളോടൊപ്പം പോയിരുന്ന് അവർ വായിക്കുന്നത് കേട്ടാണ് പഠിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ആ ഒരു തീഷ്ണത നിമിത്തം ബൈബിൾ എഴുതാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് അന്ന് വരെ ലിറ്ററലി ബൈബിൾ ഒന്നും കിട്ടിയിട്ടില്ല. അന്ന് ഓഡിയോ ബൈബിളും കിട്ടുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോ ഗലാത്യർ മുതൽ യൂദ വരെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ശനിയാഴ്ച ദിവസം സ്റ്റഡി ടൈം ഇല്ല, അന്ന് പഠിക്കാറില്ല. അങ്ങനെ പോയി കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് ഹാൻഡ് ബ്രെയിലിൽ അത്രയും ഭാഗം എഴുതിയെടുക്കാനിടയായി. ആ ദൈവവചനത്തോടുള്ള ആ ഒരു താല്പര്യം അങ്ങനെ എഴുതി അങ്ങനെ പഠിക്കുമായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പൊ ഈ സ്നാനം എന്ന് പറയുന്നത് നേരത്തെ മുതലേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്നാനപ്പെടാനോ എന്നുള്ളൊരാഗ്രഹമൊന്നും എനിക്കില്ല. കാരണം അതേപ്പറ്റിയൊന്നും വലിയ ബോധ്യമൊന്നുമില്ല. എന്നാൽ ഈ ഏജ് ചർച്ചിലോട് ചെന്നപ്പം ആ പാസ്റ്റർ എന്തുകൊണ്ടോ സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ് ആണ് പല ആഴ്ചകളായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് സ്നാനം ഏറ്റവും അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ സ്നാനപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായി. എൻ്റെ പപ്പായോട് ഞാൻ ചോദിച്ചു, എനിക്ക് സ്നാനപ്പെടണം പപ്പ എന്ന് പറഞ്ഞു. പപ്പ എന്നോട് പറഞ്ഞു, നിന്റെ മാമോദിസ മുഖ്യത, ഇനി ഒരു സ്നാനത്തിന്റെ ആവശ്യം നിനക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പേരൻസിന്റെ അനുമതിയോടുകൂടി ഒരു സ്നാനം നടക്കില്ല എന്നെനിക്ക് ബോധ്യമായി. അപ്പൊ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിന്റെ വേറൊരു തലമാണ് അനുഭവപ്പെട്ടത്. വചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പം അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ഇനി നിങ്ങളെ ആരും ഉപദേശിക്കാൻ ആവശ്യമില്ല. അതേ തരത്തിൽ എൻ്റെ ജീവിതചര്യകൾക്ക് തന്നെ വളരെയധികം മാറ്റം വരാനിടയായി. ഡ്രസ്സിങ്ങിലാന്നേലും അതുപോലെ നെയിൽ പോളിഷ് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് വിലക്കി, ഉപദേശിച്ച് വിലക്കി, അങ്ങനെ അതൊക്കെ മാറ്റിവെച്ചു. വളരെ ആത്മീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ തേർഡ് എസിക്ക് പഠിക്കുന്ന സമയത്ത് അതെ സ്നാനപ്പെടുവാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോ എനിക്ക് അതിനുള്ള ഒരു ധൈര്യമില്ല. കാരണം വീട്ടിൽ ആരും പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ധൈര്യമില്ല. അപ്പൊ പാസ്റ്റർ അങ്കിൾ എന്നോട് വന്ന് ചോദിച്ചു, പിന്നെ മോളെന്തോ പറയുന്നു, സ്നാനപ്പെടുന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ അങ്കിൾ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അപ്പം പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്ന് റൂമിൽ പോയി പ്രാർത്ഥിക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കാം, കർത്താവ് അതിനുള്ള ധൈര്യം തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും അന്ന് ഹോസ്റ്റലില് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി. എൻ്റെ റൂം എനിക്ക് ഒഴിഞ്ഞു കിട്ടി. അന്ന് വളരെ കരുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്കിടയായി. ആ കർത്താവിന്റെ വലിയ സ്നേഹം അതെന്റെ ഹൃദയത്തെ നിറയ്ക്കുവാനിടയായി. അപ്പോ ഇനി ലോകം മുഴുവൻ എനിക്കെതിരായാൽ പോലും എനിക്ക് ഒരു ഭയവും ഇല്ലാത്ത തരത്തിൽ എനിക്ക് ഒരു വലിയ ധൈര്യം കിട്ടാനിടയായി. ആ സ്നേഹത്താൽ കർത്താവ് എൻ്റെ ഹൃദയത്തെ നിറച്ചു. ആ വലിയ സാന്നിധ്യത്തിനുള്ളിൽ ഞാൻ ഇമേഴ്സ്ഡായി, അങ്ങ് ലയിക്കുവാനിടയായി. അങ്ങനെ കഴിഞ്ഞപ്പോൾ ആ ഒരു വചനം ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു വചനം ഇങ്ങനെ എന്നോട് ഇടപെട്ടു. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഒരുപക്ഷെ ഭാവിയിൽ സംഭവിക്കുവാനുള്ള കാര്യമാണെങ്കിലും ആ വചനമാണ് എന്നോട്, ആ ശബ്ദമാണ് എനിക്ക് കേൾക്കാനിടയായി. അത്രമാത്രം ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു വലിയ അനുഭവം എനിക്കുണ്ടാകാനായിട്ട് ഇടയായിട്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പോ അതിനിടയിൽ തന്നെ ഒരു ദേവദാസനിലൂടെ എന്നോട് സംസാരിച്ചു, എന്റെ പൊന്നോമന പൈതലേ, പാരമ്പര്യമാകുന്ന തണ്ടിനുള്ളിൽ നിന്ന് ഞാൻ നിന്നെ വലിച്ചെടുത്ത് ഒരു പനിനീർ പുഷ്പം പോലെ ഞാൻ നിന്നെ ശോഭിപ്പിക്കും എന്ന് പറഞ്ഞ് നിന്റെ കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. സത്യം പറഞ്ഞാൽ ആ വാക്യം എൻ്റെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമായി. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്താ രാജകുമാരിയും തോഴിമാരുമാണോ? അത്രമാത്രം കൂട്ടുകാരുടെ ഒരു അകമ്പടിയോട് കൂടിയാണ് എപ്പോഴും നടക്കാറ്. ഇപ്പോഴും പലരും അത് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ അത്ഭുതകരമായിട്ടാണ് എൻ്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും കർത്താവ് നീക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കാഴ്ചയില്ലായ്മയെ കുറിച്ച് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ വിഷമമോ തോന്നിയിരുന്നില്ല എന്ന് ഞാൻ പറയാനിടയായത്. അങ്ങനെ അപ്പോ ഈ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ വചനം ഇതാ,
മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഈ വാക്യത്തെ പിടിച്ചുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെടാനായിട്ട് പോയത്. കാരണം ഇനി മുന്നോട്ടുള്ള ഗമനാഗമനങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയയുമില്ല. പക്ഷെ ഈ വചനമാണ് എനിക്ക് കിട്ടിയത്. എങ്കിലും എന്തു വന്നാലും യേശുവിന് വേണ്ടി ജീവനെങ്കിൽ ജീവൻ, മരണമെങ്കിൽ മരണം, അത് തീരുമാനിച്ചുകൊണ്ട് അടുത്ത ദിവസം മാതാപിതാക്കളുടെ ഒന്നും പെർമിഷൻ ഇല്ലാതെ മാലയും കമ്മലും മോതിരവും വളയും എല്ലാം ഊരി വെച്ച് ടീച്ചറിനെ ഏൽപ്പിച്ച് കർത്താവിനെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിനെ ഏറ്റെടുക്കാൻ ജലത്തിൽ സാക്ഷീകരിക്കാൻ കർത്താവ് എനിക്ക് ഇടയായി. പ്രിയമുള്ള ദൈവമക്കളെ, സ്നാനപ്പെടാൻ കൊതിക്കുന്നവരും സ്നാനപ്പെടാത്തവരും ഉണ്ടെങ്കിൽ എന്റെ അനുഭവം ഞാൻ പറയുക. അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി എങ്ങനെയാണ് ആകാശത്തിലൂടെ പറന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ താടി എങ്ങനെയാ പറക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിന് ഒട്ടും ഭാരമില്ല. ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഭൂമി കൂടി അല്ലയോ നടക്കുന്നത് എന്ന് പോലും തോന്നത്തക്ക നിലയിലുള്ള ഒരു ഭയങ്കര ദൈവസാന്നിധ്യമാണ് ഞാൻ അനുഭവിച്ചത്. എന്നാൽ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേ പെട്ടെന്ന് ഒരു ദേവദാസന്റെ ജീവിതത്തിൽ ഉണ്ടായ പരാജയം കേട്ടു. ഞാൻ അതോടെ പേടിച്ചുപോയി. കർത്താവേ, ഇത്രയും നല്ല രീതിയിൽ ദൈവവചനം പ്രസംഗിച്ച, അല്ലെ ഇത്ര നല്ല മോഡലായിട്ട് നിന്ന ഒരാള് ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പരാജയം വന്നെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? വീട്ടിൽ പോയാൽ എന്താ സ്ഥിതി എന്നറിയത്തില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽക്കേ ഞാൻ നിന്നെ എനിക്കായി കണ്ടതാ. പ്രൈസലോ. ഒരാളെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതേതൊക്കെ വിഷമതരമായ അന്തരീക്ഷമാണ് അല്ലെങ്കിൽ ജീവിതഘട്ടങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും അതിനെയൊക്കെ തൃണവൽ ഗണിച്ച് ദൈവം ആ പാതകളിലൊക്കെ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കി വിട്ടുകളയാത്ത ദൈവത്തിന്റെ വാഗ്ദത്തം അവൻ നിവർത്തിക്കുന്ന ദൈവമാണെന്ന് എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കാനിടയായി. അതേ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽക്ക് ഞാൻ നിന്നെ എനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ആകയാൽ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അന്ന് ഇത് എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഇന്നറിയാം. യെശയ്യാ 41:10. എന്നിട്ട് പിന്നെ ഒരു വാക്യം കൂടി ഇടപെട്ടു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. അപ്പോ എന്റെ ഭയമെല്ലാം എന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. ഒരു ഭയങ്കര ധൈര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്തു. അങ്ങനെ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഓരോ ദിവസവും ഇടയാക്കിക്കൊണ്ടിരുന്നു. അപ്പം ഫസ്റ്റ് DC കഴിഞ്ഞു, സെക്കൻഡ് DC കഴിഞ്ഞു. സെക്കൻഡ് DCയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ എന്റെ മാർക്ക് ലിസ്റ്റ് മാത്രം വിത്തുകളുടെ ചെയ്ത് വെച്ചേക്കുക, തടഞ്ഞു വെച്ചേക്കുക. ഞങ്ങൾ റിസൾട്ട് നോക്കാൻ പോയി. എന്റെ മാർക്കിൽ എന്റെ പേര് മാത്രമേ ഇല്ല, ബാക്കി എല്ലാവരുടെയും. ഞാൻ അവരുടെ മുൻപിൽ ഒന്നും ചെയ്തില്ല. ഞാനിങ്ങനെ ഹോസ്റ്റലിൽ വന്നു. കൂട്ടുകാരി എന്നോട് ചോദിച്ചു, എന്തായി? എന്റെ പേരില്ല എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരയാനായിട്ടിടയായി. ഇനി ഞാൻ എഴുതത്തില്ല. പ്രത്യേകിച്ചും സബും ഇംഗ്ലീഷും ഒക്കെയാണ്. അത് പിന്നെയും അത് പാസ്സായി പോയാൽ പിന്നെ കുട്ടികൾ എനിക്ക് വായിച്ചു തരില്ലല്ലോ. അപ്പൊ ഞാൻ ഇനി എഴുതത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവള് റൂമിൽ നിന്ന് പോയപ്പോ ആ ആഴ്ച കേട്ട വചനമുണ്ടല്ലോ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അറിയിക്കുക അത്രേ വേണ്ടത്. ഫിലിപ്പിയർ 4:6. അപ്പോ ഈ വചനമാന്ന് കേട്ടത്. അപ്പൊ ഞാന് എന്റെ മാർക്ക് ലിസ്റ്റ് കിട്ടിയില്ലല്ലോ. ഞാന് എല്ലാവരും പോയപ്പോ ദൈവസന്നിധിയിൽ ഇരുന്നു. കർത്താവെ, എനിക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. എനിക്ക് വായിച്ചു തരാൻ ഇനി ആരും ഉണ്ടാവുമോ അറിയില്ല. ഇനി എനിക്ക് എഴുതാൻ വയ്യ, കാരണം നന്നായിട്ട് ഞാൻ എഴുതിയതാ. അങ്ങനെ ദൈവസന്നിധിയിൽ ഒന്നും പറഞ്ഞില്ല. ഈ വിഷയം കർത്താവ് ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് എന്റെ വിഷയം ഞാൻ കർത്താവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിട്ട് 50 മിനിറ്റ് സ്തോത്രം ചെയ്തു ഞാൻ എഴുന്നേറ്റ് പോയി. പിന്നെ ആ കാര്യമേ ഞാൻ മറന്നുപോയി. അതാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. അപ്പം ഇന്ന് പലരും പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കും, പിന്നെയും ഭാരം എടുത്തോണ്ട് പോകും. നമ്മൾ കേട്ടിട്ടില്ലേ, പണ്ടൊരമ്മച്ചി കാളവണ്ടിയെ കയറിയിരുന്നത് പോലെ. അമ്മച്ചി ചുമട് ചുമക്കുന്ന കണ്ടുകൊണ്ട് കാളവണ്ടിക്കാരൻ മനസ്സലിഞ്ഞ് കാളവണ്ടിയെ കയറ്റി.
പക്ഷേ കളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കുമ്പോ അമ്മച്ചി ചുമടും തലയിൽ വെച്ചോണ്ടായിരിക്കും. എന്റെ അമ്മച്ചി ഇതെന്തുവാ? അപ്പം അയ്യോ, ഞാൻ ഇത് താഴെ വെച്ചു കഴിഞ്ഞാൽ കാളയ്ക്ക് ഭാരമല്ലേ. ഇതുപോലെ പല വിശ്വാസികളും പ്രാർത്ഥിക്കും, കരയും, പക്ഷെ ഭാരം വീണ്ടും എടുത്തോണ്ട് പോകും. പ്രിയമുള്ളവരെ, അങ്ങനെ അല്ല. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ നമ്മുടെ ഭാരം ഏൽപ്പിച്ചാൽ പിന്നെ നമുക്ക് അതിന്മേൽ ഉത്തരവാദിത്വമില്ല. കർത്താവാണ് ആ കാര്യം ഏറ്റത്. അങ്ങനെ ഞാൻ പിന്നെ അതേ മറന്നേ. ഞാൻ വീണ്ടും ക്രിസ്മസ് വെക്കേഷന് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ തിരിച്ചു ചെല്ലുമ്പം സാധാരണഗതിയിൽ മാർക്ക് ലിസ്റ്റ് കോളേജ് ഓഫീസിൽ നിന്നാണ് മേടിക്കേണ്ടത്. പക്ഷേ എന്റെ ബൈ പോസ്റ്റ് വന്നിട്ട് ഞങ്ങളുടെ നോട്ടീസ് ലെറ്റർ ബോക്സിൽ കിടപ്പുണ്ട്. ചെന്ന് നോക്കുന്നു, നല്ല ഹൈ മാർക്ക്, ഫസ്റ്റ് ക്ലാസ് എനിക്ക് ആ പ്രാവശ്യത്തെ മാർക്കിന് എന്റെ പേപ്പറിൽ എന്റെ മാർക്ക് ലിസ്റ്റ് കിട്ടാനായിട്ട് ഇടയായി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ 36 ഞാൻ സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞു. സ്നാനപ്പെട്ട് കഴിഞ്ഞു. വാഗ്ദത്തങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ തന്നു. അടുത്തത് ഇനി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ സ്നാനപ്പെട്ട കാര്യം വീട്ടിലെ പപ്പായെ എഴുതി. അപ്പോൾ എന്റെ ബ്രദർ വരുന്നുണ്ടായി, സൗദിയിൽ നിന്ന് വരിക. അപ്പം അച്ചാച്ചനും അമ്മാമയും വരുന്ന വരിവില് എന്നെ കൂടെ കൂട്ടി, തിരുവനന്തപുരത്ത് നിന്ന് എന്നെ കൂടെ കൂട്ടി വീട്ടിൽ വന്നു. വീട്ടിൽ ബാക്കി എല്ലാ സഹോദരങ്ങളും മാതാപിതാക്കളും ഉണ്ട്. ഞങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും എല്ലാവരും ഇരുന്നു. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നീ എന്തിനാ സ്നാനപ്പെട്ടത്? കമ്മലൂരൻ എന്തിനാ? അപ്പം മാല ഊരുന്നതിന് എല്ലാം പറഞ്ഞിട്ട് എന്നെ ഇടിക്കാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് അന്നുള്ള ഒരേ ഒരു ആയുധം കരച്ചിൽ മാത്രമേ. ഒറ്റ കരച്ചിലും കരഞ്ഞു. ഞാൻ കരയുന്ന കണ്ടപ്പോഴേക്കും ഓരോരുത്തരും എഴുന്നേറ്റ് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പോയി. എന്റെ മൂത്ത നാത്തവും പറഞ്ഞു, രാഴ്ച അവളെ വിഷമിപ്പിക്കണ്ട, നാളെ നമ്മുടെ സ്ഥിതി എന്താകുമെന്ന് ആര് കണ്ടു? ഒരു പ്രവചനം പോലെ അമ്മാമ്മയെ അത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ എന്നെ ആരും നിർബന്ധിച്ചില്ല. ഞാൻ ആസ് യൂഷ്വൽ അതുപോലെ തന്നെ ആഭരണമില്ലാതെ തന്നെ മുന്നോട്ട് നീങ്ങി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് 30C എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. കാരണം വീട്ടിൽ വന്നാൽ എന്നെ ആരാധനയ്ക്ക് വിടത്തില്ല. ഞാൻ വീട്ടിലേകയായിരിക്കും. അതോടുകൂടി ഞാൻ സ്നാനപ്പെട്ടതോടുകൂടി, കാരണം അവരുടെ കുറ്റമല്ല, അവരാചരിച്ചു പോരുന്ന വിശ്വാസം അത്രമാത്രം സ്ട്രോങ് ആയതുകൊണ്ടും അവർക്ക് അത് സത്യമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും, സത്യമല്ലെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ട് ഞാൻ മാറി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്കത് സത്യമാണെന്നുള്ളത് കൊണ്ട് അവര് എനിക്കെതിരായി. മാനസികമായി വളരെയധികം വിഷമങ്ങൾ ഉണ്ടായി. കാരണം പലതിലും മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അനുഭവം ഉണ്ടായി. എങ്കിലും ഞാൻ അപ്പോ ഇതൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ 30C കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്തായിരിക്കും കർത്താവേ? ഞാൻ അന്തന് പറയാണ്, ഞാനൊരു അനാഥയാണ്, ഞാനൊരു അനിഷ്ടയാണ്, ഞാൻ എന്തോ ചെയ്യും. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ നീ അരിഷ്ടയോ അനാഥയോ അല്ല. ഞാൻ നിന്റെ ജ്യേഷ്ഠ സഹോദരനായി നിന്നോട് കൂടെയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വചനങ്ങളുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്മസ് രാത്രികളാണെങ്കിലും എല്ലാവരും പോകും. ഈസ്റ്റർ രാത്രികളിലും പെസഹായുടെ രാത്രികളിലും എല്ലാവരും പോകും. ഞാൻ പള്ളിയിൽ പോകത്തില്ല. അപ്പോ ഞാൻ ഏകയാണ്, പോകാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ പോകത്തില്ല. പക്ഷെ പേടി തോന്നി, തലയെ മുണ്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. ഒരു ദിവസം ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാനും പള്ളിയിൽ പോവാ, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. കർത്താവിനോട് പറഞ്ഞു, സത്യമറിഞ്ഞ് നീ പിന്മാറിപ്പോയാൽ അവരൊക്കെ നരകത്തിൽ പോകും എന്ന് ദൈവാത്മാവിനോട് ഇടപെടാനിടയായി. ദൈവത്തോട് ക്ഷമ ചോദിച്ച് എന്തു വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ള ആ ഒരു വലിയ നിശ്ചയദാർഢ്യത്തോടെ പിന്നെയും ഏകയാകേണ്ട സ്ഥാനത്തും കർത്താവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ വീട്ടിലിരിക്കുവാനിടയായി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇതിനിടയ്ക്ക് എൻ്റെ 30C റിസൾട്ട് വന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ മാർക്ക് ലിസ്റ്റിൽ ഞാൻ ഫസ്റ്റ് DC, സെക്കൻഡ് DC, തേർഡ് DC പരീക്ഷ എഴുതിയെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയില്ല എന്നായി. എൻ്റെ പേപ്പർ എങ്ങനെയോ മറിഞ്ഞു, ആരോ മറിച്ചു. അങ്ങനെ പപ്പ ആ കാര്യത്തിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചു. എനിക്ക് വേണ്ടി MAക്ക് ഒരു സീറ്റ് ബുക്ക് ചെയ്തു. എങ്കിലും വളരെ വൈകിയാണ് അതിന് ചേരാനിടയായത്. എങ്കിലും പ്രവൃത്തി സക്സസ് ആയി തീർന്നു.
അതാ, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും എന്ന് പറഞ്ഞ പോലെ, അതെ, എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എന്നിൽ നിന്നും എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് അഡ്മിഷൻ തന്നു. മാർക്ക് ലിസ്റ്റ് പഴയ മാർക്ക് ലിസ്റ്റ് തന്നെ തന്നു. പുതിയ ഹൈ മാർക്സ് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയില്ല, എങ്കിലും അഡ്മിഷൻ കിട്ടാനിടയായി. അങ്ങനെ MA കോഴ്സ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഇങ്ങനെ വിശ്വാസത്തിൽ ഞാൻ ഏകയാണെങ്കിലും ഞാൻ സ്നാനപ്പെടാൻ പോകുന്ന സമയത്ത് ഒരു പ്രധാന വാക്യം കൂടി എനിക്ക് കിട്ടിയത്, അതായത് ഞാൻ സ്നാനപ്പെടുന്നതിന് എന്നെ ഉപോത്ബലകമായിട്ട് എനിക്ക് തന്ന വേറൊരു വാക്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ സഭ പഠിപ്പിച്ചത് പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, മരിച്ചവരുടെ ഉയർപ്പിനും പുനരുത്ഥാനത്തിനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്ന്. അപ്പം ഞാൻ വചനം പഠിച്ചപ്പം 1 യോഹന്നാൻ 1:7 പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കും. ഇതാണ് സത്യത്തിൽ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ സ്നാനത്തിലേക്ക് എന്നെ വഴിതെളിക്കുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം പാപമോചനത്തിന് മാമോദീസയല്ല, പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമേ പരിഹാരമായിട്ടുള്ളൂ. യേശുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപക്കറ മായ്ക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ ഞാൻ വീട്ടിൽ MA കോഴ്സ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഒരു വർഷം എൻ്റെ മൂത്ത ബ്രദറിനോടൊപ്പം ഇതിനടുത്തുള്ള കിടങ്ങനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ നാത്തൂനും കുട്ടികളും മാത്രമായിരുന്നു. അച്ചാച്ചൻ അന്ന് സൗദിയില. അപ്പം അവിടെ ഒരു വർഷത്തോളം അമ്മാമ്മയോടൊപ്പമാണ് താമസിച്ചത്. അതിനു മുമ്പ് വീട്ടിലായിരിക്കുമ്പോഴും ഈ അറിഞ്ഞ സത്യം വളരെ നിശബ്ദയായി അവസരം ലഭിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം നമ്മുടെ ഏതൊരു തറവാടാണല്ലോ, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അടിയന്തരം, മാമോദീസ, അങ്ങനെയുള്ളതായ കുർബാനകൾ, ഇങ്ങനെയൊക്കെ വരുമ്പം വചനത്തിൽ നിന്ന് അത് ശരിയല്ല എന്ന് സൗമ്യതയുടെ ആത്മാവിൽ പറയുവാൻ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ അമ്മാമ്മയോടും ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴായി ഷെയർ ചെയ്ത് കൃപയാൽ അമ്മാമ്മ സമർപ്പണത്തിലേക്ക് വരാനായിട്ട് ഇടയായിട്ട്, അതോടൊപ്പം തന്നെ അച്ചാച്ചനും അവിടെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നെങ്കിലും പൂർണ്ണമായ ഒരു വേർപാടിൻ ജീവിതത്തിലോട്ട് വരാനായിട്ട് ഇടയായില്ല. അങ്ങനെ എനിക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല. അപ്പൊ കിടങ്ങന്നൂരായിരിക്കുമ്പോൾ ഒരപ്പച്ചനും അമ്മച്ചിയും വന്ന് എരുമക്കാടുള്ള IPC ചർച്ചിലേക്ക് 1 മാസത്തോളം എന്നെ കൊണ്ടുപോയി. പിന്നീട് അച്ചാച്ചൻ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് ബ്രേക്കായി. അതിനുശേഷം അച്ചാച്ചൻ വന്നു. പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ അതിനെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ അന്ന് ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, പെന്തക്കോസ് അനുഭവമുള്ള ഒരു ദൈവദാസൻ, മറ്റ് മർത്തോമാ CSI ആണെങ്കിലും വേണ്ടില്ല, പെന്തക്കോസ് അനുഭവമുള്ള ഒരാളെ കൊണ്ടുവരണമേ, എന്നാലേ എൻ്റെ അച്ചാച്ചൻ ശരിയായ വേർപാടിന് ഉപദേശം കൈക്കൊള്ളത്തുള്ളൂ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. അത്ഭുതമെന്ന് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ കർത്താവ് ഒപ്പിയെടുക്കും കേട്ടോ. അപ്പം അടുത്ത ദിവസം 5:30 മണിയായപ്പം ഞങ്ങളുടെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് റിലേറ്റീവ്, ഒരു അപ്പച്ചൻ ഗേറ്റെ വന്ന് തട്ടിയിട്ട്, രാജുമോനെ എഴുന്നേക്ക് എന്ന് പറഞ്ഞു വന്ന് വിളിച്ചു. മർത്തോമായിലുള്ള ഒരു ഉപദേശിയെ അവിടെ കൊണ്ടുവരുവാനും അങ്ങനെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഫലമായി എൻ്റെ അച്ചാച്ചൻ പൂർണ്ണമായിട്ടും സ്നാനപ്പെടാൻ കുടുംബമായി ഇടയായി തീർന്നു. ഇതേ സമയം തന്നെ മറ്റൊരു സംഭവം ഉണ്ടായത്, ഞാന് എൻ്റെ മൂത്ത അമ്മാമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ എൻ്റെ വലിയമ്മച്ചി 95 വയസ്സുണ്ട്. അന്നും 95 വയസ്സുള്ളപ്പോഴും പള്ളിയിൽ പോകും. വളരെ മതഭക്തയാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ അമ്മച്ചി ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ ഒരു പയ്യൻ ബൈക്ക് ഇടിച്ച് അമ്മച്ചി റോഡിൽ വീണു. അബോധാവസ്ഥയിലായി, രക്തമൊക്കെ വാർന്നൊഴിക്കുക. ചുരുക്കത്തിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് തള്ളി മെഡിക്കൽ കോളേജ് കോട്ടയത്ത് കൊണ്ടുപോയി. 72 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ കിടങ്ങന്നൂരിൽ നിന്നും എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് വന്നു. അമ്മയും പപ്പയും
ഹോസ്പിറ്റലില ദൈവസന്നിധിയിൽ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ വീട്ടിൽ ആദ്യ ഫലമായി നീ എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ ഇനി ഒരു മരണം നടക്കണമെങ്കിൽ അവർ നിത്യതയിൽ എത്തണം. ഇല്ല എങ്കിൽ അത് നടക്കാൻ അനുവദിക്കട്ടെ. എന്റെ അമ്മച്ചി മരിക്കുന്നെങ്കിൽ നിത്യതയിൽ കാണുമെങ്കിൽ എന്റെ അമ്മച്ചി മരിക്കട്ടെ. അല്ല എങ്കിൽ മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. കൃപയാൽ 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 72 മണിക്കൂർ ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ അമ്മച്ചിയുടെ ബോധം തിരിച്ചു വന്നു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ അമ്മച്ചിയെ അവിടുന്ന് ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വളരെ ആരോഗ്യം വീണ്ടെടുത്തു. അപ്പം ഒരിക്കലും ആരും പറയാത്ത ഒരു കാര്യം പറയാം. അപ്പം ഈ അമ്മച്ചി 14ാമത്തെ വയസ്സിൽ ദൈവസന്നിധി സമർപ്പിച്ച ആള്. പക്ഷെ അപ്പച്ചൻ സമ്മതിക്കാഞ്ഞു, എന്റെ വല്യപ്പച്ചൻ സമ്മതിക്കാഞ്ഞത് കൊണ്ട് പിന്നീട് ആ കൂട്ടായ്മയ്ക്കൊന്നും പോയി. അപ്പൊ ഈ 95 വയസ്സ് കഴിഞ്ഞ അമ്മച്ചി, ഈ അപകടനില തരണം ചെയ്ത അമ്മച്ചി പറയുക, ഞാൻ സ്നാനപ്പെടാത്തത് കൊണ്ടായിരിക്കും മരിക്കാത്തത്. അപ്പം ഈ സ്നാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു, അതൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. എന്തായാലും അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, സ്നാനപ്പെടണമെന്ന് എന്റെ മാതാവിനോടും സഹോദരങ്ങളോടും ഒക്കെ പറഞ്ഞു. ഇളയ സഹോദരനും വലിയമ്മച്ചിയും ഒന്നിച്ച് ആറന്മുള പമ്പയാറ്റില് കൽമല കുഞ്ഞുമാച്ചാൻ സ്നാനപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. അവിടെ നിലവിളി കേട്ടവരെ വിടിവിക്കുന്ന ദൈവമാണ്. ആകയാൽ നമുക്ക് പ്രയാസമുള്ള കാര്യം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ കർത്താവ് അത് അനായാസേന കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവ് വിടുവിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാന് വിശ്വാസത്തിൽ വന്നു 7 വർഷമായി എനിക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ഇതിനിടയ്ക്ക് എന്നെ പള്ളിയിൽ കൊണ്ടുപോയി തിരുമേനി വിളിച്ചു. ആ സഹോദരി സമാജത്തിന്റെ ഒക്കെ ഇടയിൽ ശുശ്രൂഷിക്കാനുള്ള അവസരമൊക്കെ തരാമെന്ന് പറഞ്ഞ് എന്നോട് പറയാനായിട്ട് ഇടയായി. എന്നാൽ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിടയായി, കർത്താവെ, അറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്മാറി പോകുവാൻ എന്നെ നീ ഇടയാക്കരുതേ. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന വചനം എനിക്ക് അറിയാവുന്നത് കൊണ്ട് അത് വെച്ച് പ്രാർത്ഥിച്ചു. കൃപയാൽ പെട്ടെന്ന് തന്നെ സ്റ്റെനോഗ്രഫി പഠിക്കാൻ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഒരു ആഹ്വാനം തന്നു. അങ്ങനെ ഈ തിരുമേനിയുടെ അവിടെ പോകുന്നത് ഒഴിവാക്കുവാനും ഈ ആഹ്വാനം അഥവാ ഈ അഡ്വർടൈസ്മെന്റ് എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഈ സ്റ്റെനോഗ്രഫി പഠിക്കുന്നതിന് വേണ്ടി കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അവിടെ കടന്നുപോയി. അവിടെയും ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങാൻ ഇടയായി തീർന്നു. അവിടെ നിന്നും പല കുട്ടികൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാനും സ്നാനപ്പെടുവാനും അവരൊക്കെ ഇന്ന് വിശ്വാസത്തിലായി തീരുവാനും ഇടയായി തീർന്നു. അതുപോലെ ഞാൻ MA പഠിക്കുമ്പോഴും ആ പ്രെയർ ഗ്രൂപ്പ് തുടരുന്നുണ്ടായിരുന്നു. അന്ന് കർത്താവ് തന്ന പ്രധാനപ്പെട്ട 3 സഹോദരിമാരാണ് എൻ്റെ ജസീം, ശോഭയും ഷൈലയും. അവരൊക്കെ ഇവാഞ്ചലിക്കൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നു. ഓർത്തഡോക്സിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഷൈല വന്നു. ബ്രദറൻ ഫെയ്ത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് ജെസി വന്നു. അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഇന്നും തുടരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നാം വിശ്വസ്തയോടെ ചെലവിടുന്നെങ്കിൽ നിശ്ചയമായും ആ രംഗങ്ങളിലെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ പേപ്പറില് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് DCക്ക് ഞാൻ മ്യൂസിക് ഐച്ഛികമായിട്ട് എടുത്താണ് പഠിച്ചത്. എന്നാൽ അത് എടുക്കുന്നതിനും തടസ്സം ഉണ്ടായിരുന്നു. കാരണം കാഴ്ചയില്ലാത്തവർക്ക് വീണ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വീണ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ അതൊരു ചലഞ്ചായിട്ട് ഞാൻ എടുത്തു.
അങ്ങനെയാണെങ്കിൽ മാഡം ഞാൻ BA മ്യൂസിക് തന്നെ എടുക്കുന്നു, വീണ ഞാൻ പഠിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായി ആ വീണ പഠിക്കുവാനും എൻ്റെ സബ്സിഡറി ആയിരുന്നു അത് ചെയ്യുവാനും ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്തു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഹാർമോണിയം വയലിനും കൈകാര്യം ചെയ്യുവാനുള്ള പ്രാവീണ്യം അവിടുന്ന് നേടുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്തു. അങ്ങനെ അപ്പോ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്തു. എൻ്റെ പപ്പ തന്നെ 2 തസ്തികകളിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു. അങ്ങനെ ഞാൻ കോഴ്സ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പം എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു എനിക്ക് ജോലിയില്ല, പിന്നെ സുവിശേഷ വേല. ഞാൻ ദേവസ്ഥാനത്തിൽ കർത്താവിനോട് പറഞ്ഞു, നമ്മൾ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ പറഞ്ഞു, കർത്താവെ ഒന്നിൽ എനിക്ക് കാഴ്ച തരണം, അല്ലെങ്കിൽ എനിക്ക് ജോലി തരണം. കാഴ്ചയില്ലാതെ ഇത്രയും പഠിച്ച ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയാൽ വേറെ ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് സുവിശേഷ വേലയ്ക്ക് പോയതെന്ന് പറയുവാനിടയാവും. അതുകൊണ്ട് ഒന്നുകിൽ എനിക്ക് കാഴ്ച, അതല്ലെങ്കിൽ ജോലി. അങ്ങനെ ദൈവസന്നിധിയിൽ 1 വർഷം പ്രാർത്ഥിച്ചു. അപ്പോ ഈ ആപ്ലിക്കേഷൻ അയച്ചതിന്റെ ഇന്റർവ്യൂവിന് കാർഡ് വന്നതിന് ഒരു വലിയ അതിശയമുണ്ട്. തലേ ആഴ്ചയിൽ പേപ്പറിൽ ഗവൺമെന്റ് ഓർഡർ വന്നു, ഇനി മുതൽ മ്യൂസിക് ടീച്ചേഴ്സിന്റെ പോസ്റ്റ് പൂർണ്ണമായിട്ടും അബോളിഷ് ചെയ്യുക. ഇപ്പോൾ ഉള്ളവരുടെ പോസ്റ്റ് നിലനിർത്തി, അത് തീരുമ്പം അബോളിഷ്ഡ് ആകും, പുതിയ പോസ്റ്റ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യത്തില്ല. അപ്പോ എന്ത് ചെയ്യും? യഹോവയേ, ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ്, കരുതിക്കോളും എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നു. അടുത്ത ആഴ്ചയായപ്പോ ഈ ഓർഡർ കണ്ടതിന്റെ അടുത്ത ആഴ്ച എനിക്ക് ഇന്റർവ്യൂവിന് കാർഡ് വരാനിടയായി. അപ്പോ ഇന്റർവ്യൂ നാളെയാണെങ്കിൽ ഇന്ന് ഭയങ്കര പനിയാൽ ഞാൻ ഭാരപ്പെടുന്നു. അപ്പോ എങ്ങനെ പോകും? ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ഇന്റർവ്യൂവിന് പോകുന്നത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ എൻ്റെ പനി മാറി സാധാരണ നിലയിൽ എനിക്ക് പോകണം, അല്ല എങ്കിൽ പനി നിന്നോട്ടെ. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റു, പനി വന്ന പുറപ്പാടേ ഇല്ല. പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ ഇന്റർവ്യൂവില് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് കൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു പോസ്റ്റ് അത് എനിക്ക് കിട്ടുവാനായിട്ട് ഇടയായത്. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരേ ഒരു പോസ്റ്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് കൊണ്ട് മാത്രം കിട്ടി. അപ്പോ നമ്മള് ഒരു ദൈവപൈതൽ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ ദൈവം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു തരും, അല്ലെങ്കിൽ ദൈവം ഉള്ളതിൽ നിന്ന് എടുത്ത് നമുക്ക് തരാനിടയായി. അപ്പം ഒരേ ഒരു പോസ്റ്റാണ് അന്ന് ഉണ്ടായിരുന്നത്, അത് എനിക്ക് തരുവാൻ ഇടയായി. കാഴ്ചയില്ലാത്ത ആളെങ്ങനെയാ പഠിപ്പിക്കുന്നത്? അപ്പൊ ഇതിനിടയ്ക്ക് ബ്ലൈൻഡ് സ്കൂളിൽ പഠിപ്പിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി. എന്നാൽ ബ്ലൈൻഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതിനാൽ ഇത്രയും നാളും ഹോസ്റ്റലിൽ നിന്ന് മടുത്ത ഞാൻ ഇനിയും ജീവകാലം മുഴുവൻ ഹോസ്റ്റലിൽ നിൽക്കണമല്ലോ എന്ന് ഓർത്ത് ആ ജോലി ഞാൻ ഉപേക്ഷിച്ചു. അത് വേറൊരാൾക്ക് കൊടുക്കാനിടയായി. ഇത് കാഴ്ചയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പോസ്റ്റ്. അപ്പോ കർത്താവ് ആ പോസ്റ്റ് എനിക്ക് തരാനായിട്ട് ഇടയായത്. കാഴ്ചയില്ലാത്ത ആളെ എങ്ങനെയാ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് കൈക്കൂലിയുമായി ചെന്ന് ഈ പോസ്റ്റ് ചോദിച്ചവരുണ്ട്. അങ്ങനെ 2-3 മാസം ഈ പോസ്റ്റിംഗ് വൈകി. പിന്നെ പപ്പ DD ഓഫീസിൽ അങ്ങനെയൊക്കെ അന്വേഷണമൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഒക്ടോബർ മാസത്തിൽ ഈ അപ്പോയിന്റ്മെന്റ് എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ അപ്പം 90, അപ്പൊ 89-ലാണ് ഇത് നടക്കുന്നത്. 90 വരെയും എൻ്റെ വീട്ടിലാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. 90-ലാണ് അച്ചാച്ചൻ സ്നാനപ്പെടുന്നത്. 89-ൽ ഞാൻ ജോലിക്കായി തേക്കുതോട് ഹൈസ്കൂള്, കോന്നിക്ക് കിഴക്കുള്ള തേക്കുതോട് എന്ന് പറയുന്ന, അന്നത് ഹൈസ്കൂളാ, ഇന്ന് ഹയർ സെക്കൻഡറിയാ, അവിടേക്കാണ് എനിക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അപ്പം അവിടെ കടന്നുപോയി. ഒക്ടോബർ മാസത്തിൽ ഞാൻ ഉപവാസം എന്താന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഉപവസിച്ചിട്ടില്ല, ചർച്ചിലും പോകുന്നില്ലല്ലോ. അതിനിടയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു ചെറിയ റിവൈവൽ ഉണ്ടായി. എൻ്റെ ബ്രദറും അതുപോലെ ഫ്രണ്ട്സ് ഒക്കെ കൂടി അവരുടെ ഇടയിൽ ഒരു റിവൈവൽ ഉണ്ടായി. അങ്ങനെ മാനസാന്തരപ്പെട്ട
പുരോഹിതന്മാരെ, അച്ഛന്മാരെ കൊണ്ടുവന്ന് ഒരു മീറ്റിംഗ് നടത്തി. അതോടുകൂടി എനിക്ക് ആരാധനയ്ക്ക് പോകുവാനുള്ള ഒരു ചാൻസ് ഒരുങ്ങി. അങ്ങനെ മെഴുവേലി ഞങ്ങളുടെ അടുത്തുള്ള ഷാരോൺ ചർച്ചിലേക്ക് ആരാധനയ്ക്കായി കടന്നു പോകാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ തേക്കുതോട്ടിലാണ്. വീക്കെൻഡിൽ വീട്ടിൽ വരുമ്പോൾ മാത്രം ആരാധനയ്ക്ക് പോകും. ഹൈസ്കൂളിൽ ചെന്നപ്പോഴും ആരാധനയില്ല. അപ്പം നോക്കുക, 7 വർഷത്തോളം ആരാധനയ്ക്ക് പോയിട്ടില്ല. ജോലി കിട്ടിക്കഴിഞ്ഞും ആരാധനയ്ക്ക് പോകുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും എനിക്ക് ഹൃദയത്തിലൊരു പ്രേരണയുണ്ടായി, എൻ്റെ കുടുംബത്തെ എനിക്ക് വേണം. വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബം വേണം. അങ്ങനെ ദൈവസന്നിധിയില് 1 മാസം 1 നേരം മാത്രം ആഹാരം കഴിച്ചാൽ, ടീച്ചേഴ്സ് എല്ലാവരും കാണും, ഞങ്ങൾ അവിടെ റൂം എടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രം ആഹാരം കഴിച്ചു. അങ്ങനെ 1 നേരം ആഹാരം കഴിച്ചുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അങ്ങനെ വന്ന് ആ ഡിസംബർ ആയപ്പോഴേക്കും വീട്ടിൽ ഒരു പ്രെയർ വെക്കണമെന്നുള്ള ആഗ്രഹം. എൻ്റെ വീട്ടിൽ പ്രെയർ അനുവദിക്കത്തില്ല. എന്നാൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇവിടെ അല്ലാതെ എവിടെ പോകും? വേറൊരു വീട്ടിൽ പോയാൽ അവരനുവദിക്കത്തില്ല. അപ്പം ഇവിടെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ പപ്പായോട് പറഞ്ഞു, പപ്പ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഷാരോൺ ചർച്ചില് ഉപവാസം ഞാൻ പറഞ്ഞു. ആ ചർച്ച് അത് ശിരസായി ഏറ്റെടുത്തു. അങ്ങനെ അടുത്ത ദിവസം തിങ്കൾ, ചൊവ്വ, ബുധൻ ഫാസ്റ്റിംഗ് ആണ്. 18, 19, 20 ഡിസംബർ. അങ്ങനെ ഏതായാലും പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ പപ്പ ഒരുങ്ങി ഇരുന്നു. മീറ്റിങ്ങിന്റെ ആദ്യ ദിവസം തന്നെ എൻ്റെ പപ്പായും അമ്മയും കൃപയാൽ ദൈവസന്നിധി സമർപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യും. അങ്ങനെയാണ് 91 കൃപയാൽ ഇവർ പപ്പയും അമ്മയും ദൈവസന്നിധിയില് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. എൻ്റെ ബ്രദറിന്റെ വീട്ടിൽ തന്നെ ആരാധന തുടങ്ങുവാൻ, മൂത്ത ബ്രദറിന്റെ വീട്ടിൽ തന്നെ അച്ചാച്ചൻ ആരാധന തുടങ്ങുവാനുള്ള ഗൈഡൻസ് അഥവാ ആലോചന കർത്താവ് കൊടുത്തു. അങ്ങനെ അവിടെ ആരാധന തുടങ്ങി. പിന്നീട് താൻ തന്നെ സ്ഥലം നൽകി ഹോള് പണിത് ആരാധന അങ്ങോട്ട് മാറ്റുവാനായിട്ടും ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വലിയമ്മച്ചിയും ഇളയ സഹോദരനും സ്നാനപ്പെടുവാനിടയായി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഞാന് ജോലിയിൽ ഇങ്ങനെ തുടരുന്ന സമയത്ത് പലതരത്തിലുള്ളതായ വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നെങ്കിലും ഒക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതകരമായ മറുപടിയാണ് തരുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് വളരെയധികം ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അത് സാരമില്ല. ഭവനത്തിൽ വന്നതോടുകൂടി പരിമിതികൾ ഒത്തിരി ഉണ്ടായി. എങ്കിലും ഒരു കാര്യം എനിക്കറിയാം, പരിമിതികളെ നാം ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ പരിധിയില്ലാത്ത ദൈവം നമ്മുടെ പരിമിതികൾക്ക് വിശാലത കൽപ്പിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയില് അപ്പോ പിന്നെ ഷാരോനില് തന്നെയാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ആരാധന തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും 2 പേരും 2ആയിട്ട് ആരാധിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അച്ചാച്ചനൊക്കെ തുടങ്ങിയ ആരാധനയിലേക്ക്, ആരാധന സ്ഥലത്തേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ദൈവം തരുന്ന അവസരങ്ങളിലെല്ലാം കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ അവസരങ്ങൾ തരുന്നതിനനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസേബിൾ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന സംഘടന അതിനകത്ത് ചേർന്നു. പിന്നീട് അതിൽ നിന്നുമാണ് കൃഷ്ണമാർ ബ്രദറിനെ പരിചയപ്പെട്ടു. അങ്ങനെ ബ്ലസ് വോയിസ്, അങ്ങനെ പല സ്ഥലങ്ങളിലും കർത്താവിനെ കുറിച്ച് പല സ്റ്റേജുകൾ, അത് നമ്മൾ സ്റ്റേജ് നോക്കി പോയില്ല, ചന്ദനമൊക്കെ സ്റ്റേജ് ആക്കി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അപ്പൊ CSI പശ്ചാത്തലത്തിലായിരിക്കുമ്പോഴും ചർച്ചുകളിലെല്ലാം പോയി സാക്ഷിക്കുന്നതിന് കർത്താവ് കൃപ തന്നിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു എക്യുമെനിക്കൽ കൂട്ടായ്മ ഞങ്ങളുടെ എവിടെയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ
ആ കൂട്ടായ്മയ്ക്കാണ് ഞങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ എല്ലാവരും പോയിരുന്നത്. വളരെ സന്തോഷമായിരുന്നു. പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം ശുശ്രൂഷിക്കുവാനും ഒക്കെ അന്ന് അവരെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ വന്നു ചേർന്ന ഞങ്ങളുടെ ഈ ചർച്ചിൽ സഹോദരിമാർക്ക് അത്ര പ്രാധാന്യമില്ലാത്തത് കൊണ്ട് അതൊക്കെ പതുക്കെ ചുരുങ്ങിപ്പോയി. എങ്കിലും കർത്താവ് ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവനെ പുറത്തെടുക്കുവാൻ ദൈവം വിശ്വസ്തൻ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, രാജാവ് ആളയച്ച് അവനെ പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെ ഏത് തടവറയിലായിരുന്നാലും ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിന് വേണ്ടി ദൈവം വലിയവ ചെയ്തെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ കർത്താവിന്റെ വേലയിലും പങ്കാളിയായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 ഇതിനിടയില് 2012 എനിക്ക് എന്തോ എന്റെ ഭാവിയെക്കുറിച്ചൊരു വലിയ ആശങ്ക ഉളവാകുന്നത് പോലെ തോന്നി. അപ്പൊ നാളെ ഇനി എന്താവും പെട്ടെന്ന് എന്തോ ഒരു ചിന്ത അങ്ങനെ വന്നതാ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് നമ്മളോട് വിവിധ രീതിയിൽ കർത്താവ് നമ്മോട് സംസാരിക്കും. വചനത്തിലൂടെയാണെങ്കിലും ടെസ്റ്റ് മണിയിലൂടെയാണെങ്കിലും ആർട്ടിക്കിളിലൂടെയാണേലും പാട്ടിലൂടെയാണെങ്കിലും ഇങ്ങനെ ഏത് രീതിയിലും കർത്താവ് നമ്മോട് സംസാരിക്കും. അപ്പോ അന്ന് എന്നോട് ഇടപെട്ട ഒരു പാട്ടാണ്, താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം കയ്യിലെത്തും എത്ര ധന്യമേ ലോക ജീവിതം. അനാഥയല്ല ഞാൻ, അശരണയല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണ് അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും എത്ര മോദമാകും താൻ വാഴുകയാ ആകുലമില്ല നാളെ ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താം എത്ര ധന്യമേ ലോക ജീവിതം. ഒരു ഭയങ്കര ധൈര്യമായിരുന്നു. അനാഥയല്ല, അശരണയല്ല, അവൻ എന്റെ നിത്യ സഹോദരനാണ് നേരത്തെ പറഞ്ഞു. അത് വീണ്ടും ഓർപ്പിച്ചു. അവന്റെ മാറിടമാണ് എന്റെ അഭയം. കാരണം ഭാവിയെല്ലാം കർത്താവിന്റെ കരങ്ങളിലാണ്. അങ്ങനെ അതോടെ ഞാൻ അങ്ങ് ഭയങ്കര ഉഷാറായി. അങ്ങനെ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ അവസരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്നു. പല കൺവെൻഷൻ സ്റ്റേജുകളിൽ പോലും കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് എനിക്ക് ഇടയാക്കി തീർത്തു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. 2018 വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്നു. എങ്കിലും കർത്താവ് അതിന്റെ നടുവിലെല്ലാം അതിരിട്ട് സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ദേശത്തെല്ലാം ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന അസുഖം വന്നു പെട്ടു. ഞങ്ങളുടെ വീടിന്റെ അയൽവക്കത്തുള്ളവർക്കൊക്കെ അത് വരാനായിട്ട് ഇടയായി തീർന്നെങ്കിലും അന്ന് എന്റെ മാതാവും ഞാനും മാത്രമാണ്. എന്റെ സഹോദരൻ ഇവിടെ ഇല്ല. അപ്പോഴും കർത്താവ് പറഞ്ഞു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതങ്ങനെ തന്നെ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിക്കുവാൻ ഇടയായിട്ട്. ഈ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ്, ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ ആണല്ലോ എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വന്നപ്പോ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ നാട്ടിലേക്ക് ഇറക്കാൻ പോവാന്ന്. അപ്പൊ ഇനി എന്ത് വരും? അതിനു മുമ്പായിട്ട് ഒരു സഹോദരനോട് എന്നോട് പറഞ്ഞു, ആന്റിയുടെ ശബ്ദം ഭൂഖണ്ഡങ്ങളെ താണ്ടി ലോകം മുഴുവൻ എത്താൻ പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു,
അതിനെന്താ സാധ്യത? പിന്നെ ദൈവം യഹോവയിരേ, ദൈവത്തിന് സകലവും കഴിയും, അതുകൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചർ, അവൻ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ സ്നാനത്തെക്കുറിച്ചൊക്കെ വളരെ അസന്നിഗ്ധമായി ടീച്ചറിനോട് പറയുമായിരുന്നു. എന്നാൽ അന്നൊക്കെ ടീച്ചർ എന്നെ എതിർത്തൊന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ ദേഷ്യമായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ ആ വചനം കിളിർത്തു ഫലം കായ്ക്കുവാനിടയായി. അവർ സ്നാനപ്പെട്ടു, വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആ ടീച്ചർ ത്രൂ ആ വിശ്വാസയാത്രയിലേക്ക് ഞാൻ പോകുവാനും തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ ഉള്ളതായ ജില്ലകളിൽ പരസ്യയോഗമായും മുറ്റത്ത് കൺവെൻഷനായും ഒക്കെ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. 2020 ഫെബ്രുവരി 1-ാം തീയതി വീട്ടിൽ വന്നു. അത് കഴിഞ്ഞാണല്ലോ കോവിഡിന്റെയൊക്കെ ആവിർഭാവവും ലോക്ക്ഡൌണും ഒക്കെ ഉണ്ടായത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഈ സമയത്തും കർത്താവ് അത്ഭുതകരമായി സൂക്ഷിച്ചു. എന്നാൽ ഈ കോവിഡ് എന്ന് പറയുന്നതായ അണുബാധ ലക്ഷങ്ങളെ കൊണ്ടുപോയപ്പോൾ അതിന്റെ പിന്നിലും ദൈവത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. അതാണ് ശത്രു ദോഷങ്ങളാൽ പരീക്ഷിച്ചാലും ദൈവം അതിനെ നന്മയാക്കും എന്ന് പറയുന്നത് എത്ര സത്യമായ കാര്യമാണ്. അങ്ങനെയാണല്ലോ ഗൂഗിൾ മീറ്റും സൂം മീറ്റും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രാബല്യം പ്രാപിച്ചത്. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കർത്താവിനെ സാക്ഷിക്കുവാനും കർത്താവിനെ ഉയർത്തുവാനും അനേകരെ ആശ്വസിപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാൻ, അങ്ങനെ എൻ്റെ ജീവിതം വളരെ ഒരു തരത്തിൽ അർത്ഥവത്തായല്ലോ എന്ന് ഓർക്കുവാൻ തക്ക തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. വിവിധ ഗ്രൂപ്പുകളിലൊക്കെ പ്രവേശിക്കുവാൻ അവരെ ഗ്രൂപ്പുകളിൽ അവർ ചേർക്കുകയും അങ്ങനെ കർത്താവിനെ ഉയർത്തുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ കോവിഡ് തീർന്നു കഴിഞ്ഞപ്പോഴേ പതുക്കെ നമുക്ക് പുറത്തിറങ്ങുവാനുള്ളതായ സാവകാശം ഉണ്ടായി. അങ്ങനെ പിന്നീടും പല സ്ഥലങ്ങളിൽ കടന്നു പോകുവാനും കർത്താവിനെ സാക്ഷിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ദൈവം ഒരുക്കുന്ന ഓരോ സാവകാശങ്ങളും അത് ദൈവത്താൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അത് കർത്താവ് ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നാം വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. കാരണം ജീവിക്കുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന്റെ സൗരഭ്യവാസനയായി അവന് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒറ്റപ്പെട്ടവരോ അവഗണിക്കപ്പെട്ടവരോ ഒക്കെയാണെങ്കിലും ഈ കരുത്തനായവന്റെ കരം പിടിച്ചാൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ മറുകര എത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിന് ഒരപ്പുറമുണ്ട്. ഞാന് ഈ കുടുംബത്തിൽ അന്ധയായി തീർന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇത്തേ ലെവലിൽ ഉയരുമെന്ന് ആരും പ്രതീക്ഷിച്ചുണ്ടാകും. എന്നാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആദ്യമെങ്കിലേ അവസാനം അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവനവന്റെ ഗമനത്തെ സ്ഥിരമാക്കും എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. അതുകൊണ്ട് ദൈവം ഒരുവനെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ കരത്തിലേക്ക് പൂർണ്ണമായും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നമ്മെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിരാമമിട്ട് നാം നമ്മുടെ ഇഷ്ടത്തിന് പകരം ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ടാൽ നിശ്ചയമായും നമ്മെ വളരെ ശക്തരായി ദേശത്തിനും രാജ്യത്തിനും പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും നിരവധി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ ഇവിടെ നിരത്താൻ ഒക്കത്തില്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒരിക്കൽ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ട്യൂമറായ ഒരു സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇത് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ബലം നൽകാൻ വേണ്ടി പറയുന്നതാണ്, അല്ലാതെ എന്നെ ഉയർത്താൻ വേണ്ടിയല്ല. അന്ന് എന്റെ ആത്മാവിൽ ഞാൻ സ്വർഗത്തിൽ പോയി കർത്താവിനോട് പറഞ്ഞു, ഇവന് ജീവൻ കൊടുക്കും. അങ്ങനെ അവന്റെ ജീവൻ അവനിലേക്ക് മടക്കി കിട്ടി. കുറച്ച് ആയുസ് അവന് കിട്ടി. എന്നാൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കാത്തത് കൊണ്ടാവാം വീണ്ടും ആ ട്യൂമർ കൂടി വരികയും ഡെത്ത് ആവുകയും ചെയ്തു. അതുപോലെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒത്തിരി
സംഭവങ്ങൾ പ്രാർത്ഥനയ്ക്ക് കർത്താവ് തന്ന റിസൾട്ട് എല്ലാം പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു ആന്റിയുടെ മകൻ മസ്കറ്റില്ല. അപ്പം അവൻ അബുദാബിയിൽ ഒരു ജോലി കിട്ടി. അപ്പോ 20-ാം തീയതിയാണ് ആ ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടത്. പക്ഷെ 25-ാം തീയതിയെ മസ്കറ്റിൽ നിന്ന് റിലീസ് ചെയ്യത്തുള്ളൂ. ഈ വിഷയം പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഏഞ്ചൽ മിനിസ്ട്രി ആവശ്യപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. കർത്താവ് തന്റെ ദൂതനെ അയച്ച് ആ മസ്കറ്റിൽ നിന്ന് റിലീസ് ലെറ്റർ നേരത്തെ കിട്ടുകയും 20-ാം തീയതി ഇവിടെ ജോയിൻ ചെയ്യുവാൻ വേണ്ട കാര്യങ്ങൾ ദൂതന്മാർ ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും കൃപയാൽ 17-ാം തീയതി ആകുമ്പോഴേക്കും 25-ാം തീയതിയെ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞത് ആ ഓഫീസിൽ നിന്ന് അവന്റെ എല്ലാ ഡോക്യുമെന്റ്സും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം അവന് കൊടുക്കുവാനിടയായി. 20-ാം തീയതി ആയപ്പോഴേക്കും അവൻ അബുദാബിയിൽ, അതിനിടയ്ക്ക് കാലാവസ്ഥ വളരെ പ്രതികൂലമായി. അതും പ്രാർത്ഥിച്ചു നീക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. 20-ാം തീയതി ആയപ്പോഴേക്കും 2 വർഷമായി ആരാധനയ്ക്ക് പോകുവാൻ കഴിയാതിരുന്ന ആ കുഞ്ഞിന് ജോലിക്ക് പ്രവേശിക്കുന്നതിനും പുതിയ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആരാധനയ്ക്ക് പോകുവാനും 21-ാം തീയതി ആ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും കർത്താവ് ഇടയാക്കി. പ്രാർത്ഥനയാൽ കഴിയാത്തത് എന്താണ്? പാടുന്നവരെ കൊണ്ട് കഴിയാത്തത്, പ്രസംഗിക്കുന്നവരെ കൊണ്ട് കഴിയാത്തത്, അല്ലെങ്കിൽ മറ്റ് ഏത് കാര്യങ്ങൾ ചെയ്താലും കഴിയാത്തവരെ പ്രാർത്ഥനയാൽ മാത്രമേ സ്വർഗം ചലിപ്പിക്കുവാൻ കഴിയൂ. പ്രാർത്ഥനയിൽ ചലിക്കാത്ത സ്വർഗമില്ല. ദൈവത്തെ ചലിപ്പിക്കണമെങ്കിൽ അത് പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവർ, നാം നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കർത്താവിനെ ഹൃദയദൃഷ്ടി കൊണ്ട് കണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സർവ്വവല്ലഭനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനാലും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്തിനും ഏതിനും പോതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ പോലെ തനിക്ക് വേണ്ടി, അതായത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ദൈവത്തെ പോലെ ഒരു ദൈവത്തെ പണ്ട് മുതലേ കേട്ടിട്ടില്ലെന്ന വചനത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനാണ്. ഈ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പണമോ അല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തിയോ അല്ലെങ്കിൽ നമുക്കുള്ള യാതൊന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മെ മാത്രമാണ് അവൻ ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാന് എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ തന്നു. വചനം പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. അപ്പോ യേശുവിനെ തന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം കൊടുത്താൽ, യേശു നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനായി തീർന്നാൽ, യേശു നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി തീർന്നാൽ, പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും യേശുവാണ് നടത്തുന്നത്. അതാ ഞാൻ പറഞ്ഞേ, കരുത്തനായ ഒരുവൻ, അത് സകലത്തിനും പ്രാപ്തനായ ഒരുവൻ, നിങ്ങളെ സകലത്തിലും വിടുവിച്ച് രക്ഷിക്കുവാൻ പ്രാപ്തനായ ഒരുവനാണ് ഞാൻ പറയുന്ന യേശു. ഈ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ഇടവരത്തില്ല. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കാരണം വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, മറ്റെല്ലാവരും മറ്റു പലതിലേക്കും ചൂണ്ടുപലകയായി തീർന്നപ്പോ നമ്മുടെ യേശു പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം കാണത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് സ്വർഗരാജ്യം ലഭിക്കും, നിത്യത ലഭിക്കും. ആകയാൽ വഴിയും സത്യവും ജീവനുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരേ ഒരാളെ ഉള്ളൂ, അതത്രേ നസ്രേനായ യേശു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലരും പറയും യേശു ഇന്ന് ജീവിക്കുന്ന ദൈവമല്ല, യേശു ചരിത്ര പുരുഷനല്ല എന്നൊക്കെ വാദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഒന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡേറ്റ് എഴുതണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശമ്പളം ഒപ്പിട്ട് വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും ഒരു ഡേറ്റ് എഴുതണമെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഏറ്റു പറയുന്നത് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടിട്ട് ഇത്ര വർഷം, അല്ലെങ്കിൽ ഇത്ര നൂറ്റാണ്ട്, ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം, ഇത്ര മണിക്കൂർ,
ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡ്, ഇത് നിങ്ങൾ അറിയാതെ സമ്മതിക്കുക. അങ്ങനെയെങ്കിൽ അറിഞ്ഞുകൊണ്ട് സമ്മതിച്ച് അവന്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഡ്രസ്സ് മാറും, നമ്മുടെ പൊസിഷൻ മാറും. ഇത് വെറുതെ പറയുന്നതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഒറ്റപ്പെടലുകളെ ഒക്കെ അത് വളരെ പ്രയോജനകരമാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ സമൂഹത്തിന് വിലയുള്ളതാക്കി തീർക്കുവാൻ കഴിവുള്ളതാ ദൈവമാണ്. വിലയുള്ളവന്റെ കൈകളിലേക്ക് നാം നമ്മെ ഏൽപ്പിച്ചാൽ നാമും വിലയുള്ളവരാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തിൽ നാം ആശ്രയിച്ച് മുന്നേറുന്നെങ്കിൽ നിശ്ചയമായും ഒരു ശുഭകരമായ ഒരു ഭാവി നമുക്കുണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. എനിക്ക് എങ്ങനെ മുന്നോട്ട് വരുമ്പോൾ വളരെയധികം ലങ്സിന് പ്രശ്നമുണ്ടായി, വീസിങ് ഉണ്ടായി. അങ്ങനെ മരണം ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ളത്. 7 വയസ്സിൽ എനിക്ക് ഒരു മരണം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, എൻ്റെ കണ്ണ് സൗഖ്യമാകുവാൻ എൻ്റെ വല്യപ്പച്ചൻ ഒരു ലാടവൈദ്യനെ വിളിച്ച് മരുന്ന് തന്നു. വെള്ളം കൊടുക്കരുത്, അതുപോലെ ഉപ്പ് കൊടുക്കരുത്, അങ്ങനെ ഭക്ഷണം. 7 വയസ്സുള്ള ഞാന് വെള്ളം കുടിക്കാതെ ഉപ്പ് കഴിക്കാതെ എങ്ങനെ ഇരിക്കും? ഒരു ദിവസം ആയപ്പോഴേക്കും എൻ്റെ ബോധം നഷ്ടപ്പെട്ടു, മരിക്കുവാൻ പോകുന്നത് പോലെ തോന്നി. എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ പാല് കാച്ചി എനിക്ക് കോരി തന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവൻ മടങ്ങി വന്നു. അങ്ങനെ 7 വയസ്സിലേക്ക് കഴിഞ്ഞു. 14 വയസ്സായപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പഠിക്കുവാൻ ഞങ്ങളുടെ ബോർഡിങ്ങിന്റെ പിന്നാലെ പോയിരുന്നു. എന്തുവാന്നറിയത്തില്ല, അത് പറയുന്നത് ശരിയാണോ എന്നും എനിക്കറിയില്ല. അവൾക്ക് എന്തോ ഒരു പൈശാചിക ഉപദ്രവം ഉണ്ടായി, അവള് ബോധം കെട്ടുപോയി. ഞാൻ പേടിച്ചു. ഞാൻ അവളെ അവിടെ ചാരി ഇരുത്തി, വാതിലിലോട്ട് ചാരി ഇരുത്തിയിട്ട് ഞാൻ ഞങ്ങളുടെ മേറ്റിനെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അതിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നീട് ഒരിക്കൽ ഇതുപോലെ ഒരു ദിവസം 2 ആഴ്ച കൊണ്ട് എനിക്ക് പനി മാറാതെ ഞാൻ വളരെയധികം ഭാരത്തിലായി. വീസിങ് മാറുന്നില്ല, പനി മാറുന്നില്ല. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം സായാഹ്നമായപ്പോഴേക്കും എൻ്റെ ശരീരത്തിന്റെ സ്ഥിതി ആകെ മാറുന്നു. ആകെ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. ആകെ എന്തോ ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് എനിക്ക് മനസ്സിലായി. മരണത്തെ ഞാൻ നേരിട്ട് കാണുക. ആരോടും ഒന്നും മിണ്ടിയില്ല. ഞാൻ ദൈവസന്നിധി പോയി സമർപ്പിച്ച് എൻ്റെ ബെഡിൽ കിടന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എനിക്ക് സന്തോഷം, അങ്ങയുടെ അടുക്കൽ വരാം. എന്നാൽ എന്നോടുള്ള വാഗ്ദത്തം അത് നിവർത്തിക്കുന്നതിൽ അങ്ങയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. വാഗ്ദത്തം നിവർത്തിക്കണമെങ്കിൽ ആയുസ് മടക്കി വേണം, ഇല്ല എങ്കിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കടന്നു. ഒന്ന് മയങ്ങി ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് യാതൊരു അസ്വസ്ഥതയും ഇല്ലാത്ത തരത്തിൽ ഞാൻ പുനർജീവൻ പ്രാപിക്കുവാൻ ദൈവം എനിക്കിടയാക്കി. അങ്ങനെ ഇന്നയോളം എന്നെ നിർത്തിയതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വാഗ്ദത്തങ്ങൾ തീർന്നിട്ടില്ല. വാഗ്ദത്ത നിവൃത്തികൾക്ക് വേണ്ടി, ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ഞാൻ കാതോർക്കുന്നു. ആ നല്ല നാളേക്കായി ഞാൻ കാത്തിരിക്കുന്നു. കർത്താവിന്റെ വരവിന് മുമ്പ്, അഥവാ എൻ്റെ മരണത്തിന് മുമ്പ് ദൈവം നിവർത്തിക്കുവാനുള്ളതൊക്കെ എന്നിലൂടെ ചെയ്തെടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നെ ഈ ചാനലിലേക്ക് നിർദ്ദേശിച്ചത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ബ്രദർ കൃഷ്ണകുമാറാണ്. അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ചാനലിൽ ഇത്രയും സമയം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കുമുള്ള എൻ്റെ നിസ്സീമമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഈ അരോമ ചാനലിലേക്ക് എനിക്ക് അവസരം സൃഷ്ടിച്ചു തന്ന ശ്രേഷ്ഠ കർത്താവിന്റെ ദാസൻ ദാനിയേൽ ജോൺ അവറുകൾക്കും കുടുംബത്തിനും, അതോടെ അരോമ ടിവിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫിനും, എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അതിസമീപമായി. അതുകൊണ്ട് വിശ്വസിച്ച് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്,
നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നാം ഉണർവോടുകൂടി ആയിരിക്കുക. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അല്ല, ഈ യേശുവിനെ പരിചയമില്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, കാലസംഭവങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിലേക്ക്, അല്ലെങ്കിൽ യേശു താൻ പുനരുത്ഥാനം ചെയ്ത് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. അതുകൊണ്ട് ആ പ്രത്യാശ പുരുഷനെ കാണുവാനായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കാത്തിരിക്കുന്നത് പോലെ, ആ വിശ്വാസത്തിലേക്ക് എത്താത്ത ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ അവരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ കാലസംഭവങ്ങളൊക്കെ യേശുക്രിസ്തുവിന്റെ വരവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് ഈ യേശുവിന് വേറെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എനിക്കായി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുകയും, യേശുവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, യേശുവെ അവിടുന്ന് എന്റെ ഹൃദയത്തിൽ രാജാവായി കർത്താവായി വാഴണമേ എന്നുള്ള ഒരു പ്രാർത്ഥന സമർപ്പണം ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ മറ്റൊന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും കയ്യേറ്റ്, നിങ്ങളുടെ പേര് മാറ്റി, നിങ്ങളുടെ അഡ്രസ്സ് മാറ്റി, നിങ്ങളുടെ പൊസിഷൻ മാറ്റി, നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതി മാറ്റി, നിങ്ങളെ ധന്യതയോടെ ഈ ലോകത്തിൽ നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് അത് മാത്രവുമല്ല, ഈ ജീവിതത്തിനപ്പുറം ഒരു നിത്യത നമുക്കായി ഒരുക്കപ്പെടുന്നു. ആ നിത്യതയിലേക്കുള്ള വാസവും നിങ്ങൾക്ക് ഈ വിശ്വാസത്തോടു കൂടി യേശുവിലൂടെ ഉറപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ്. നമ്മുടെ മരണമാണെങ്കിൽ മരണത്തിൽ നിന്ന് കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ നാം പുനരുത്ഥാനം ചെയ്യപ്പെടും. അല്ല, നമ്മൾ ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ നാം രൂപാന്തരപ്പെട്ട് അവനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഈ പ്രത്യാശയാണ് ഞങ്ങളെ ഓരോ ദിവസവും ധൈര്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ നല്ല നാളേക്കായി ഒരുങ്ങുവാനുള്ള ആഹ്വാനത്തോടു കൂടിയും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നന്ദി, സ്തോത്രം. ആമേൻ, സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഹൃദയസ്പർശിയായ ജീവിതത്തിലെ അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ മറന്നു പോകാതെ നന്ദി നല്ല ഹൃദയത്തോടെ, പരിമിതികൾ പലതുണ്ടായിട്ടും പറഞ്ഞു തീരാത്ത ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച ആ അനുഭവ സാക്ഷ്യം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിയിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ ജനിച്ച് മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു ചിന്തയ്ക്കപ്പുറം ജനനത്തിനും മരണത്തിനും ഇടയിലുള്ളതായ ഒരു ജീവിതമുണ്ട്. ജീവിതത്തിനപ്പുറം, മരണത്തിനപ്പുറം എന്ത് എന്നുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നാം ചിന്തിക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിന് അപ്പുറത്ത് നമുക്ക് എന്താണ് ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു അനുഭവം, അല്ലെ ആ അവസ്ഥ എന്താണെന്ന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചറിയണം. അത് കർത്താവ് നമുക്കൊരുക്കിയിരിക്കുന്ന ആ സാഹചര്യം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരു ഭക്തനും ആമേൻ ആ സന്തോഷത്തിലായിരിക്കാൻ, ആ ഒരു പ്രത്യാശയിലായിരിക്കാൻ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആമേൻ, അത് മരണത്തിന് ശേഷമല്ല, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തിൽ നാം അത് അനുഭവിച്ചറിയുകയാണ്. ആ സമാധാനം, ആ സന്തോഷം, ആ നിത്യത ആമേൻ നമ്മുടെ ഹൃദയങ്ങളിൽ ആമേൻ അത് നിറഞ്ഞു നിൽക്കുവാൻ ആമേൻ ഇടയായിത്തീരുന്നു. പരിമിതികൾ പലതുണ്ടായിട്ടും ആമേന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിക്ക് അതൊന്നുമല്ല വിഷയം. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നടത്തിയ കർത്താവിനെക്കുറിച്ച് പറയുവാൻ ആമേൻ നാവ് പോരാ ആമേൻ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. അനേക കാഴ്ചയുള്ള പ്രിയപ്പെട്ടവർക്ക് ആമേൻ ഇല്ലാത്ത അനേക കഴിവുകൾ, ഗിഫ്റ്റ് ആമേൻ ദൈവം കൊടുത്ത് ആമേൻ ആത്മീയ കണ്ണ് തുറന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രിയ കർത്താവിൻ്റെ ദാസി ദൈവം അനുഗ്രഹിക്കട്ടെ. മാറ്റിവിടെ ഓരോ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രേരക ഘടകമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം ആയിരിക്കുന്നിടത്ത് ഒരുപക്ഷെങ്കിൽ നാം നമ്മെ തന്നെ നോക്കുമ്പോൾ നൂറുകണക്കിന് പരാതികൾ ദൈവത്തിൻ്റെ മുൻപാകെ പറയുവാനുണ്ടായിരിക്കാം. ദൈവമേ, എനിക്കെന്തുകൊണ്ടിങ്ങനെ, എന്നെ എന്തുകൊണ്ടിങ്ങനെ,
എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ടിങ്ങനെ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടിങ്ങനെ ചോദ്യങ്ങൾ ആമേൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇതൊക്കെ അറിയാം. നിങ്ങളുടെ ജീവിതം എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യം ദൈവത്തിന് നന്നായിട്ടറിയാം. ദൈവത്തെ പറഞ്ഞ് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തുവൊന്നും വേണ്ട. എന്നാൽ ദൈവം തന്നതായ ആ അവസ്ഥ അത് ദൈവം നമുക്ക് തന്നതാണെന്നും അതിനെ അഭിമുഖീകരിക്കുവാനുള്ള കൃപ പൗലോസിന് ദൈവം കൊടുത്തതുപോലെ നമുക്ക് തന്നിട്ടുണ്ട്. ആ കൃപയെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അതിനെ അതിജീവിക്കുവാൻ മുന്നോട്ട് യാത്ര ചെയ്യുമെങ്കിൽ കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. കർത്താവ് കരം പിടിച്ച് വഴി നടത്തും. കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ കർത്താവേ, ഇതാ ഈ വചന ചിന്തകളുടെ മുൻപാകെ, സാക്ഷ്യത്തിൻ്റെ മുൻപാകെ, അങ്ങയുടെ മുൻപാകെ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായിരുന്നാലും, ആമേ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാലും, ജീവിതത്തിൽ ഇനിയും ഒരു രക്ഷയുമില്ല, ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിൽ ശേഷിക്കുന്നുള്ളൂ എന്നൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്ക് അടിമയായി പാപവഴികളിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളെയും രക്ഷിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെയും സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നാം ഒരുമിച്ച് സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ അരോമ ടി വി പ്രേക്ഷകരെയും കർത്തൃകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സ്പർശനം ഉണ്ടാകുവാൻ, നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുവാൻ, ഓഹരിക്കാരായവർ അധികം പ്രത്യാശയിൽ മുന്നേറുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. അവിടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും സകലവും നിർവഹിക്കുവാൻ കഴിവുള്ള ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ദൈവം അത് നിർവഹിക്കുമെന്ന് ഉറപ്പായി അറിഞ്ഞ് മുന്നേറുവാൻ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനും മുഖാന്തരമാക്കി തീർത്ത ദേവദാസിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിലിരിക്കുന്ന അഥവാ ആരും കാണാതെ കാണാമറിയത്തായിരിക്കുന്ന ജീവിതങ്ങളെ പുറത്തെടുത്ത് അവരിലൂടെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ ലോകത്തോട് വിളിച്ചറിയിക്കുവാൻ ഈ ചാനൽ മുഖാന്തരമാകുന്നതോർത്ത് സ്തോത്രം ചെയ്യും. അധികമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനേകർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കും, മഹത്വമെടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വവും കുഞ്ഞാടിന് ക്രിസ്തുയേശുവിൻ തനിമുള്ള നാമത്തിൽ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. 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 താങ്ക് യു പ്രിയ അലീസ് ആൻറ്റി. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസ്യമുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവിതരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമയപ്പെടും. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com